സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഒൻപതാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി എല്ലാം കഴിഞ്ഞു അല്ലേ. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫൈൻ. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം, ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ്ഡ് ഇൻ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആർ. അതായത് നമ്മൾ ഇത്തരത്തിൽ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ആണ്. സോ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങിനകത്ത് നമ്മൾ രണ്ട് സിലിണ്ടേഴ്സുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അത് ഓക്സിജന്റെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ C2H2 എന്ന് പറയുന്ന അസെറ്റിലിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അസെറ്റിലിൻ C2H2 അതും ചോദിച്ചു വരാറുണ്ട്, കണ്ടിട്ടുള്ള ചോദ്യമാണ്. അസെറ്റിലിന്റെ കെമിക്കൽ ഒരു ഫോർമുല C2H2 എന്നുള്ള ആ ഒരു കെമിക്കൽ ഫോർമുല ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിലിണ്ടേഴ്സ് used in oxyacetylene weldings are cast iron cylinders, welded steel cylinders, die-casted type cylinders, seamless steel cylinders. ഏതായിരിക്കും ഇതിനകത്ത് ഉത്തരം വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി തന്നെ. അതായത് നമ്മൾ ഇതിൽ സീംലെസ് ആയിട്ടുള്ള ഡ്രോൺ ചെയ്തിട്ടുള്ള, അതായത് ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട് അല്ലെ. ഡ്രോയിങ് എന്ന് പറയുന്ന ആ പ്രോസസ് നമുക്ക് മാനുഫാക്ചറിംഗ് അകത്ത് പഠിക്കാറുണ്ട്. അത്തരത്തിലുള്ള എന്താണ്, ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷീറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ കപ്പ് ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡ്രോയിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രോയിങ് ഓപ്പറേഷനിലൂടെ നമുക്ക് സീംലെസ് ആയിട്ടുള്ള, സീം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ജോയിന്റ് അല്ലെ, ജോയിന്റ് ലെസ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സിലിണ്ടേഴ്സ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യാറ്? ഇത്തരത്തിലുള്ള നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ സീംലെസ് ആയിട്ടുള്ള സ്റ്റീൽ സിലിണ്ടേഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സീംലെസ് ആയിട്ടുള്ള ഡ്രോയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ സിലിണ്ടേഴ്സ് ആണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അത്രയും പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ സേഫ്റ്റി മുൻകരുതിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സീംലെസ് ആയിട്ടുള്ള ജോയിന്റ് ഫ്രീ ആയിട്ടുള്ള സ്റ്റീൽ സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വളരെ എളുപ്പമുള്ള ചോദ്യം, സാധാരണഗതിയിൽ ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇതാണ്. വിച്ച് കളർ ഈസ് പെയിന്റഡ് ഓൺ ദ അസെറ്റിലിൻ സിലിണ്ടർ? അസെറ്റിലിൻ സിലിണ്ടറിനകത്ത് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് ഏത് കളർ കൊണ്ടാണ്? മെറൂൺ, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഏതായിരിക്കും? സംശയമൊന്നും വേണ്ട, മെറൂൺ തന്നെയാണ് നമ്മളുടെ ആ ഒരു എന്താണ് ഇത്തരത്തിൽ അസെറ്റിലിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഓക്സിജൻ സിലിണ്ടർ ആയിരുന്നെങ്കിലോ? ഓക്സിജൻ ബ്ലാക്ക് ആണ്. അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതും ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ ഫിറ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ര ഡെപ്തിലേക്കൊന്നും നമ്മുടെ വെൽഡിങ് പോവില്ല, എങ്കിൽ തന്നെയും നമുക്ക് സർഫസ് ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നോക്കി രണ്ട് തരത്തിലുള്ള നമ്മളെ രണ്ട് സിലിണ്ടേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, ഫ്യൂൽ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് ഇവിടെ ഫ്യൂൽ എന്ന് പറയുന്ന ഏതും ആവാം, ഇത്തരത്തിൽ അസെറ്റിലിൻ ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസെറ്റിലിൻ സിലിണ്ടർ ആണ്. അസെറ്റിലിൻ സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ മെറൂൺ കളറിൽ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, എനിവേ നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും നമ്മളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, അതായത് നമ്മൾ ആ ഒരു പ്രോസസ്സ് അല്ലെ, ഇത്തരത്തിൽ അത് ഇഗ്നൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ്, പ്ലസ് ഫ്യൂൽ ഗ്യാസ് ആണ്. ഫ്യൂൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓക്സി അസെറ്റിലിൻ ആവാം, അല്ലെങ്കിൽ മറ്റ് എന്താണ് ഫ്യൂൽ ഗ്യാസസുകൾ ആവാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇത്തരത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ ആണ് അവിടുത്തെ ഫ്യൂൽ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഫ്യൂൽ ഗ്യാസസ് ഉണ്ടാകും, അതിന് പ്രത്യേകം ഒരു സിലിണ്ടർ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇവിടെ അസെറ്റിലിൻ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അത് മെറൂൺ കളറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പെയിന്റ് ചെയ്തിട്ടുണ്ടാവുക, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഡിസോൾവിംഗ് അസെറ്റിലിൻ ഗ്യാസ് ഇൻ ടു അസെറ്റോൺ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു. മേക്കിംഗ് അസെറ്റിലിൻ സിലിണ്ടർ അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് പ്രഷർ, ഓപ്ഷൻ സി റിമൂവൽ ഓഫ് ഡസ്റ്റ് ഫ്രം വാൽവ് സോക്കറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളുടെ ഉത്തരം എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി തന്നെയാണ്. അതായത് നമ്മുടെ ആ ഒരു വാൽവില് എന്താണ് ചിലപ്പോൾ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വന്നിരിപ്പുണ്ടാകും. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വർക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു വാൽവ് ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്, സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ സിലിണ്ടറിന് ക്രാക്ക് സംഭവിക്കുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. അപ്പൊ സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. That is removal of dust from valve socket. അപ്പോൾ വാൽവ് സോക്കറ്റിൽ നിന്നും ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് വാൽവ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സാണ് ആ സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ഉത്തരം കറക്റ്റ് ആണ്. ഓപ്ഷൻ
ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, റിമൂവൽ ഓഫ് ഡസ്റ്റ് ഫ്രം വാൽവ് സോക്കറ്റ്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറയുന്ന ടേം വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അത് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ഓപ്പണിംഗ്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു അല്ലെ, ഇത്തരത്തിലുള്ള വാൽവ് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നു, പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ക്രാക്കിംഗ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പർപ്പസ്. എന്താണ്? റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് അതർ ഫോറിൻ മെറ്റീരിയൽസ് ഫ്രം ദ വാൽവ് സോക്കറ്റ്. അതായത് വാൽവ് സോക്കറ്റിൽ നിന്നും ഫോറിൻ പാർട്ടിക്കിൾസ്, മറ്റെന്തെങ്കിലും പൊടിപടലങ്ങളോ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെന്താണ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ ഈ ക്രാക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഗ്രേ കാസ്റ്റ് അയൺ ഈസ് യൂഷ്വലി വെൽഡഡ് ബൈ. ഗ്രേ കാസ്റ്റ് അയൺ ഈസ് യൂഷ്വലി വെൽഡഡ് ബൈ. യെസ്. അപ്പൊ എന്താണ് ഇവിടെ ഉത്തരവായിട്ട് വരിക? സാധാരണ അവിടെ നോക്കി ഗ്യാസ് വെൽഡിങ്, നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പൊ ഗ്യാസ് വെൽഡിങ്ങിലൂടെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ യൂഷ്വലി വെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വെൽഡ് ചെയ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഗ്രേ കാസ്റ്റ് അയൺ. അപ്പൊ പൊതുവെ കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം റിക്വയർഡ് പ്രീ ഹീറ്റിംഗ് അല്ലെ. കാസ്റ്റ് അയണിന്റെ അതും നമ്മൾ ചോദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതാണ്. അതായത് പ്രീ ഹീറ്റിംഗ് നമുക്ക് വേണ്ടുന്നത് ഏതിനാണ്? സാധാരണഗതിയിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസ്റ്റ് അയൺ ആണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ മെറ്റീരിയൽ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് തൽക്കാലം ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇത്തരത്തിൽ കാസ്റ്റ് അയൺ നമ്മൾ സാധാരണഗതിയിൽ യൂഷ്വലി വെൽഡ് ചെയ്യുന്നത്, ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ്ങിലൂടെയാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. സോ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് ഒക്കെ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓക്കെ ഫൈൻ. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് ആ ഒരു ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മുടെ സാധാരണ ഗ്രേ കാസ്റ്റ് അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് വെൽഡഡ് ബൈ യൂസിങ് ഗ്യാസ് വെൽഡിംഗ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ഇത്തരത്തിൽ എന്താണ് ഫോർ എക്സാമ്പിൾ ഓക്സി അസറ്റിൻ വെൽഡിംഗ് സാധാരണ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഫ്ലെയിമുകൾ ഉണ്ടാവും. ഇത്തരത്തിൽ ന്യൂട്രൽ ഫ്ലെയിം അല്ലെങ്കിൽ നമ്മളുടെ ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ഫ്ലെയിം ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വെൽഡിംഗ് ഗ്രേ കാസ്റ്റ് അയൺ ന്യൂട്രൽ ഫ്ലെയിം ആണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സംടൈംസ് ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പം നോർമലി നമ്മൾ സാധാരണഗതിയിൽ എല്ലാം പൊതുവെ ഏത് ഫ്ലെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ ഉണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഗ്രേ കാസ്റ്റ് അയൺ ഡെസിഗ്നേറ്റഡ് ബൈ ആൽഫബറ്റ് എഫ് ജി എന്നായിരിക്കും അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഫോളോഡ് ബൈ എ ഫിഗർ ഇൻഡിക്കേറ്റിംഗ് ദ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതായത് ഫോർ എക്സാമ്പിൾ FG 150 എന്ന് നിങ്ങൾക്ക് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, FG 150 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഗ്രേ കാസ്റ്റ് അയൺ വിത്ത് 150 മെഗാ പാസ്കൽ. ഇത്തരത്തില് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത്, ആ ഒരു ഗ്രേ കാസ്റ്റ് അയണിന്റെ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാ? 150 മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ FG 150 റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മളുടെ ആ ഒരു വെൽഡിംഗ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ദാറ്റ് ഈസ് ഗ്രേ കാസ്റ്റ് അയണിന്റെ വെൽഡിംഗുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ 150 എന്ന് ഉദ്ദേശിക്കുന്നത്? മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കാസ്റ്റ് അയണിന് ടെൻസൈൽ സ്ട്രെങ്ത് ആണോ കൂടുതൽ അതോ കംപ്രസീവ് സ്ട്രെങ്ത് ആണോ കൂടുതൽ? കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കൂടുതൽ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഗീവ്സ് ലാർജർ ഫ്ലെയിം? വിച്ച് വൺ ഗീവ്സ് ലാർജർ, വളരെ വലിയ ഫ്ലെയിം തരുന്നത് ഏതാണ്? പ്രൊപ്പൈൻ ടോർച്ച് ഉണ്ട്, കെറസിൻ ബ്ലോ ലാമ്പ് ഉണ്ട്, അസറ്റിലിൻ ടോർച്ച് കൊടുത്തിട്ടുണ്ട്, ഓക്സി അസറ്റിലിൻ ടോർച്ച് കൊടുത്തിട്ടുണ്ട്. കെറോസിൻ ബ്ലോ ലാമ്പ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. കെറസിൻ ബ്ലോ ലാമ്പ് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ കുറച്ചുകൂടെ വലിയ ലാർജർ ഫ്ലെയിം നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ബ്ലോ ലാമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ബ്ലോ ലാമ്പ് ഇസ് എ പോർട്ടബിൾ ഹീറ്റിംഗ് അപ്ലയൻസ് യൂസ്ഡ് ആസ് എ ഡയറക്ട് സോഴ്സ് ഓഫ് ഹീറ്റ് ഫോർ സോൾഡറിംഗ് അയൺ ആൻഡ് ഓർ അതർ പാർട്സ് ടു ബി സോൾഡ്. ഇത്തരത്തിൽ സോൾഡറിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഹീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ബ്ലോ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന ടാങ്ക്, ഈ പറയുന്ന ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ബ്ലോ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോ ലാമ്പിന്റെ ടാങ്ക് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബ്ലോ ലാമ്പിന്റെ ടാങ്ക് എന്ന് പറയുന്നത് ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ, ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കാം. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂൽ ഏതാണ്? കെറസിനാണ്, മണ്ണെണ്ണയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഈ 3 പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ബ്ലോ ലാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. സോ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കാം നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
The position in welding usually used to test skill or ability of welder in pipe welding. അപ്പോൾ പൈപ്പ് വെൽഡിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കിൽ എബിലിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പൊസിഷനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? 6G തന്നെയാണ്, സംശയമൊന്നും വേണ്ട, 6G തന്നെയാണ്. എന്നാൽ ഏറ്റവും എളുപ്പമുള്ള നമ്മളുടെ ഒരു പൊസിഷൻ ഏതാണ്? ഏറ്റവും എളുപ്പമുള്ള പൊസിഷൻ നമ്മൾ ഈ പറഞ്ഞ നോർമൽ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പൈപ്പ് വെൽഡിംഗ് അല്ല, നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് വെൽഡിംഗ് ആണ്. അപ്പൊ അതും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇത്തരത്തിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാറ്റ് വെൽഡിംഗ് തന്നെയാണ്. ഫ്ലാറ്റ് വെൽഡിംഗ് നോർമലി ഇത്തരത്തിൽ ഫ്ലാറ്റ് വെൽഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്തരത്തിൽ അതുപോലെ ഇവിടുത്തെ ചോദ്യം എന്താണ്? പൈപ്പ് വെൽഡിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ പൈപ്പ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് നിരവധി പൊസിഷൻസ് ഉണ്ട്. 1G, 2G, 6G, 5G കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ ആ ഒരു വെൽഡറിന്റെ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത് പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ പറഞ്ഞ സ്കിൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന 6G പൊസിഷനിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ഈ പ്രധാനപ്പെട്ട നമ്മളുടെ പൊസിഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി നമ്മളുടെ പൈപ്പ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1G പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസിലെ ഇത്തരത്തിലെ ആക്സിന് സർഫസിന് പാരലായിട്ടായിരിക്കും ഇത്തരത്തിൽ വെച്ചിട്ടുണ്ടാവുക, ഹൊറിസോണ്ടലായിട്ട് രീതിയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, റൊട്ടേറ്റ് പൈപ്പ് ആൻഡ് ഡെപ്പോസിറ്റ് ദ വെൽഡ് ഓർ നിയർ ടു ദ ടോപ്പ്. ഇത്തരത്തിൽ എന്താണ്? പൈപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് പൈപ്പ് ആൻഡ് എന്താണ് ഡെപ്പോസിറ്റ് ദ വെൽഡ് ഓവർ ഈ പൈപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, ഹൊറിസോണ്ടലായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അതാണ് 1G പൊസിഷൻ. 2G പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതേ പൈപ്പ് എന്താണ് വെർട്ടിക്കലായിട്ട് വെക്കുന്നു അല്ലെ, ഇത്തരത്തിൽ കുത്തനെ വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, പൈപ്പ് ഷാൾ നോട്ട് ബി റൊട്ടേറ്റഡ് ഡ്യൂറിംഗ് വെൽഡിംഗ്. ഇപ്പൊ ഇവിടെ എന്താണ്? റൊട്ടേഷൻ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. കാര്യം ഇവിടെ നമ്മൾ ചുറ്റും നടന്ന് എന്ത് ചെയ്യണം? വെൽഡ് ചെയ്യണം, ചുറ്റും നടന്നിട്ട് വെൽഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അതാണ് നമ്മുടെ 2G പൊസിഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. 2G. അപ്പൊ 1G, 2G. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നോക്കിയേ 5G പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നേരത്തെ പോലെ 1G പോലെ തന്നെയാണ്. പക്ഷെ എന്താണ്? ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോട്ട് റൊട്ടേറ്റിംഗ് ആണ്, നോട്ട് ബി റൊട്ടേറ്റഡ് ഡ്യൂറിംഗ് വെൽഡിംഗ് ആണ് ഇത്തരത്തിൽ 5G എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെ, ഇത്തരത്തിൽ എന്താണ്? പൈപ്പ് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓവർഹെഡ് വെൽഡിംഗ് പോലെ നമുക്ക് എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, അത് ഫിക്സ്ഡ് ആണ്. സോ അവിടെ നമുക്ക് വെൽഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ എന്താണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊസിഷനായിട്ട് നമ്മൾ 6G മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇൻക്ലൈൻഡ് ആണ്, ഇൻക്ലൈൻഡ് ഫിക്സ്ഡ് 45 ഡിഗ്രി പ്ലസ് ഓർ മൈനസ് 15 ഡിഗ്രി ടോളറൻസ്. അപ്പം 15 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി കൂടാനും അല്ലെങ്കിൽ കുറയാനും സാധ്യതയുള്ള തരത്തിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എനിവേ ഓർത്തിരുന്നാൽ മതിയാകും. ഈ പറഞ്ഞ 6G പൊസിഷൻ ആണ് ഇത്തരത്തിൽ സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി. മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ 4 ക്ലോക്ക് പൊസിഷൻ ഇൻ പൈപ്പ് വെൽഡിംഗ്? പൈപ്പ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് 4 ക്ലോക്ക് പൊസിഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പൈപ്പ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് 4 ക്ലോക്ക് പൊസിഷൻ: 6, 12, 3, 9, 11, 4, 1, 7, 11, 5, 8, 2, 10, 4, 1, 7 ക്ലോക്ക് പൊസിഷൻ മീൻസ് ക്ലോക്ക് പോയിന്റ്. എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ 6, 12, 3, 9 ക്ലോക്ക് പോയിന്റുകളാണെന്നുള്ളത് ഓർത്തിരിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ആ ഒരു പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ആ ഒരു പൊസിഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മളുടെ ആ ഒരു എന്താണ് ഈ പറഞ്ഞ രീതിയിൽ പ്രധാനമായിട്ടും 12, 6, 3, 9 എന്ന പൊസിഷനിലൂടെ ആയിരിക്കും നമ്മൾ വെൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ആ ഒരു പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മറ്റു ചോദ്യമൊക്കെ വരാം. വിച്ച് വെൽഡിംഗ് പൊസിഷൻ ഈസ് വെരി ഈസിയസ്റ്റ്? വളരെ ഈസിയസ്റ്റ് ഉള്ള ഏതായിരിക്കും? പൈപ്പ് വെൽഡിംഗ്. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. അപ്പൊ പൊസിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിൽ ഫ്ലാറ്റ് പൊസിഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. പൈപ്പ് വെൽഡിംഗ് പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 1G ആണ് ഏറ്റവും ടഫ്, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിൽ സ്കിൽ എബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6G ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ ആൻ അസെറ്റിലിൻ സിലിണ്ടർ, അസെറ്റിലിൻ ഡിസോൾവ്ഡ് ഇൻ ദ ഫോം ഓഫ് സംശയമൊന്നും വേണ്ട. അസെറ്റിലിൻ നമ്മൾ എന്താണ്? അസെറ്റോൺ ആയിട്ടായിരിക്കും നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ അസെറ്റിലിൻ സിലിണ്ടർ അസെറ്റിലിൻ ഡിസോൾവ്ഡ് ഇൻ അസെറ്റോൺ ആണ്. അസെറ്റോണിനകത്താണ് ഡിസോൾവ് ചെയ്യപ്പെട്ട് ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അസെറ്റിലിൻ നമ്മൾ എന്താണ്? അസെറ്റോണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു ലിക്വിഡ് അസെറ്റോൺ. അപ്പൊ അതാണ് ഡിസോൾവ്ഡ് അസെറ്റിലിൻ സിലിണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ, അത് ഓർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പോസിഷൻ ഈസ് കറക്റ്റ് ഫോർ കോമൺ സോൾഡർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ മെറ്റൽ ആപ്ലിക്കേഷൻ?
ഓപ്ഷൻ എ ആണ് അല്ലെ, ഓപ്ഷൻ എ തന്നെയാണ്. അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു പോയിന്റ്, അതായത് ടിൻ ആണ് എല്ലായ്പ്പോഴും നമ്മൾ ആദ്യം പറയുന്നുണ്ടാവുക. അപ്പം തന്നിരിക്കുന്ന ഇപ്പൊ 50 അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 60-40 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ 60 എന്ന് ഉദ്ദേശിക്കുന്ന എല്ലായ്പ്പോഴും ടിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക, ടിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ രണ്ടാമതായിട്ടായിരിക്കും എല്ലായ്പ്പോഴും ലെഡ് തരുന്നുണ്ടാവുക എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ കോമൺ സോൾഡർ ആയതുകൊണ്ട് 50/50 തന്നെയാണ്, ദാറ്റ് ഈസ് 50 ടിന്നും 50 ലെഡും തന്നെയാണ് നമ്മളുടെ ആ ഒരു ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, ഓർത്തിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് നമ്മൾ ജോയിനിങ് പ്രോസസ്സിനകത്ത് വെൽഡിങ്, സോൾഡറിംഗ്, ബ്രേസിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ മറ്റൊരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചിരുന്നാൽ മതിയാകും. അപ്പൊ കോമൺ സോൾഡർ 50/50, അതായത് ടിന്ന് 50 ലെഡ് 50 എന്നുള്ള ഓർത്തിരുന്നാൽ മതി. അതിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കാണാറുണ്ട്. ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള കോമൺ സോൾഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഫൈൻ സോൾഡർ ആണ് പ്രധാനമായിട്ടും. ഫൈൻ സോൾഡർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ടിന്നിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ലെഡ് കുറവായിരിക്കും, അത്തരത്തിലുള്ളതാണ് ഫൈൻ എന്ന് പറയുന്നുണ്ടാവുക. ടിന്ന് കുറവ് ലെഡ് കൂടുതലാണെങ്കിൽ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള രീതിയിലാണ് പിന്നെ സോൾഡറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, കോഴ്സ് സോൾഡർ, ഫൈൻ സോൾഡർ. അപ്പൊ ഈ ഫൈൻ സോൾഡർ തന്നെ നമുക്ക് 60% ടിന്നും 40% ലെഡും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഫൈൻ സോൾഡർ എന്ന് പറയാറുണ്ട്. 70% ടിന്നും 30% ടിന്നും എന്ന് പറഞ്ഞാലും ഫൈൻ സോൾഡർ എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഫൈൻ സോൾഡർ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വാട്ടർ ഹീറ്റർ ടാങ്കുകളൊക്കെ നമ്മൾ സാധാരണ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹീറ്റേഴ്സ് ആൻഡ് ജനറൽ ഇലക്ട്രിക്കൽ വർക്കുകൾക്കൊക്കെയാണ് സാധാരണഗതിയിൽ ഫൈൻ സോൾഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ കോപ്പർ വാട്ടർ ടാങ്കുകൾ, അതുപോലെ തന്നെ ഹീറ്റേഴ്സ് ആൻഡ് ജനറൽ ഇലക്ട്രിക്കൽ വർക്കുകൾക്കൊക്കെ നമ്മൾ ഫൈൻ സോൾഡേഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കോഴ്സ് സോൾഡർ എന്ന് പറയുമ്പോൾ ടിന്ന് കുറവാണ്, ലെഡ് കൂടുതലാണ്. അപ്പൊ ടിന്ന് കുറവാണ്, ലെഡ് കൂടുതലാണ്. കോഴ്സ് സോൾഡർ നമ്മൾ പ്രധാനമായിട്ടും GI ഷീറ്റുകൾ സോൾഡർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സാധാരണ കോഴ്സ് സോൾഡർ യൂസ് ചെയ്യും. അപ്പം GI ഷീറ്റ് അല്ലെ, ഗാൽവനൈസ്ഡ് അയൺ, ഇപ്പൊ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള GI ഷീറ്റ്, അപ്പം ഈ അയൺ ഷീറ്റിനകത്ത് ഈ പറഞ്ഞ ഗാൽവനൈസേഷൻ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നമുക്ക് ഈസി ആയിട്ട് സോൾഡറിങ് ചെയ്യാൻ വേണ്ടി കൂടി തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അത്തരത്തിൽ 40/60 അല്ലെങ്കിൽ 40:60 എന്നുള്ളത് 40% ടിന്നും 60% ലെഡും കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് സോൾഡർ എന്ന് പറയാം. കാര്യം അവിടെ ടിന്നിന്റെ വാല്യൂ കുറവാണ്, ലെഡ് ആണ് കൂടുതൽ, അപ്പൊ അത് കോഴ്സ് ആണ്. ടിന്നിന്റെ വാല്യൂ കൂടുതലും ലെഡ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഫൈൻ സോൾഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ GI ഷീറ്റുകൾക്ക് കോഴ്സ് സോൾഡർ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. എക്സ്ട്രാ ഫൈൻ സോൾഡർ എന്ന് പറയുമ്പോൾ 66-34 എന്ന് ഓർത്തിരുന്നാൽ മതി. ആ സോൾഡറിങ് ബ്രാസ്, കോപ്പർ ആൻഡ് ജ്വല്ലറി. അപ്പൊ ജ്വല്ലറി ഐറ്റംസ് നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫൈൻ സോൾഡർ എന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ യൂടെക്റ്റിക് അലോയ് ഉണ്ട്. അപ്പൊ യൂടെക്റ്റിക് അലോയ് 63% ടിന്നും 37% ലെഡും, അതാണ് നമ്മുടെ യൂടെക്റ്റിക് അലോയ് എന്ന് പറയുന്നത്. അതും ചോദിക്കാം. യൂടെക്റ്റിക് അലോയ് ഹാവിംഗ് 63% ടിന്ന്, 37% ലെഡ്, സിമിലർ ടു ഫൈൻ സോൾഡർ. അതായത് നമ്മൾ ഫൈൻ സോൾഡറിന് സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെയാണ് നമ്മൾ യൂടെക്റ്റിക് അലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, എനിക്കൊന്ന് യൂടെക്റ്റിക് അലോയുടെ ഒരു മെൽറ്റിംഗ് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? 183 എന്നുള്ളൊരു വാല്യൂ ആണ് വരിക. 183 ഡിഗ്രി സെൽഷ്യസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് യൂടെക്റ്റിക് അലോയുടെ ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഓഫ് യൂടെക്റ്റിക് അലോയ് സോൾഡർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചിപ്പിംഗ് ഹാമേഴ്സ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഷോപ്പ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ മീഡിയം കാർബൺ സ്റ്റീൽ ആണ് നമ്മളുടെ ചിപ്പിംഗ് ഹാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് വെൽഡിംഗ് ഷോപ്പിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മളുടെ ടൂളുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ചിപ്പിംഗ് ഹാമർ ഓൾറെഡി നമ്മൾ കണ്ടു, എന്താണ്, മീഡിയം കാർബൺ സ്റ്റീൽ ആണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമ്മൾ സാധാരണ ഡബിൾ എൻഡഡ് സ്പാനേഴ്സ് ഉണ്ട്. ഡബിൾ എൻഡഡ് സ്പാനേഴ്സിന്റെ മെറ്റീരിയൽ എന്തായിരിക്കും? ക്രോം വനേഡിയം സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ക്രോം വനേഡിയം സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടോൺസ് ഒക്കെ ഏതായിരിക്കും മെറ്റീരിയൽ വരിക? മൈൽഡ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വയർ ബ്രഷ് ഒക്കെ ആണെങ്കിലോ? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ആയിട്ടുള്ളതുണ്ട്, കാർബൺ സ്റ്റീൽ ബ്രഷുകളും ഉണ്ട് അവൈലബിൾ ആയിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഓർത്തിരുന്നാൽ മതിയാകും. ഫൈൻ. അപ്പോൾ നമ്മുടെ ടൂളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഐഡിയ കിട്ടി. നെക്സ്റ്റ് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് types of soldering iron is used for straight soldering point? Hatchet type, square point, straight soldering iron, അതുപോലെ തന്നെ none of the above.
യെസ്, അപ്പൊ റൈറ്റ് ആൻസർ ആണ് ഹാച്ചറ്റ്, അല്ലെങ്കിൽ ഹാച്ചറ്റ് ടൈപ്പ് ആണ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ സ്ട്രെയിറ്റ് പോയിന്റുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഹാച്ചറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റുകളാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സോൾഡറിംഗ് ആൻഡ് യൂസ്ഡ് ഫോർ സ്ട്രെയിറ്റ് സോൾഡറിംഗ് പോയിന്റ്. സ്ട്രെയിറ്റ് സോൾഡറിംഗ് പോയിന്റുകൾക്കാണ് പൊതുവെ നമ്മൾ ഹാച്ചറ്റ്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ ഹാച്ചറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫോർജിന്റെ ഒക്കെ സഹായത്തോടുകൂടി നമ്മൾ ഹീറ്റ് ചെയ്ത് നമ്മൾ എന്താണ് വെൽഡ് ചെയ്യുന്നുണ്ട്, സോൾഡറിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഹാച്ചറ്റ് സോൾഡറിംഗ്. അതിന്റെ കോപ്പർ, അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഹെഡ്. നമ്മുടെ ആ ഒരു സോൾഡറിംഗ് അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഹെഡ് ആണ്, നമ്മുടെ ഹെഡ്. അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതും ആ ഒരു ഹെഡിന്റെ വെയിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഹെഡ് പ്രധാനമായിട്ടും കോപ്പർ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഹാച്ചറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോപ്പർ, നമ്മുടെ സോൾഡറിംഗ് അയണിന്റെ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ ബിറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള വെഡ്ജ് ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടാകും. ദെൻ ഷാങ്ക് ഹാൻഡിലൊക്കെയാണെന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ നമുക്ക് ഓർത്തിരിക്കാം. ഫോർജ് കോപ്പർ എന്ന് കണ്ടു, ഫോർജ് കോപ്പർ ആയിരിക്കും അല്ലേ? അതെ 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 അതെ, അങ്ങനെ. ഫോർജിങ് നമ്മൾ സാധാരണ ഫോർജിലൂടെയാണ് നമ്മൾ ഇത് ചൂടാക്കുന്നുണ്ടാവുക, അതല്ലേ ചോദിച്ചത്? അതെ അതെ, ഓക്കെ, അതെ അതെ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: നോൺ മെറ്റാലിക് മെറ്റീരിയൽ that are used at the time of soldering. ഫ്ലാറ്റ്, സിൽവർ, ഫോം, ഫ്ലക്സ്. ഏതായിരിക്കും വരുന്നുണ്ടോ? ഫ്ലക്സ് ആണ് ഉത്തരം. റൈറ്റ് ആൻസർ അത് തന്നെ, ഫ്ലക്സേ വരുള്ളൂ അല്ലെ. ഇത്തരത്തിലുള്ള നോൺ മെറ്റാലിക് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഏത് സമയത്ത് യൂസ് ചെയ്യും? നമ്മൾ സോൾഡറിങ് സമയത്ത് യൂസ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലക്സുകൾ പ്രധാനമായിട്ടും ഓർഗാനിക് ആയിട്ടുള്ളതും ഇൻഓർഗാനിക് ആയിട്ടുള്ളതും, ഓർഗാനിക് കൊണ്ട് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫ്ലക്സുകളാണ് സാധാരണ നമ്മൾ കൂടുതൽ ഇൻഓർഗാനിക് ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെ, എല്ലായ്പ്പോഴും പൊതുവെ. ഇത്തരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl യൂസ് ചെയ്യാറുണ്ട്, സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്, അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൽ അമോണിയാക്ക്, കിൽഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് എന്ന് പറയാറുണ്ട്. ദെൻ ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കുറെ അധികം. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ GI ഷീറ്റുകൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മ്യൂറാറ്റിക് ആസിഡ് എന്ന് പറയാറുണ്ട്. മ്യൂറാറ്റിക് ആസിഡ് എന്ന് പറയുന്നത് HCl തന്നെയാണ്. സിങ്ക് ക്ലോറൈഡിനെ നമ്മൾ കിൽഡ് സ്പിരിറ്റ് എന്ന് കൂടി പറയാറുണ്ട്. കിൽഡ് സ്പിരിറ്റ് എന്ന് കൂടി പറയാറുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ടിൻ ഷീറ്റുകൾ, ബ്രാസ് ഷീറ്റുകൾ, കോപ്പർ ഷീറ്റുകൾക്കൊക്കെയാണ് സിങ്ക് ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അമോണിയം ക്ലോറൈഡിനെ സാൽ അമോണിയാക്ക് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വന്നിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പം സാൽ അമോണിയാക്ക് എന്ന് പറയുന്ന അമോണിയം ക്ലോറൈഡ് ആണ്. പൊതുവേ നമ്മളുടെ ആ ഒരു കോപ്പർ ബിറ്റുകളൊക്കെ ക്ലീൻ ചെയ്യാനും ക്ലീനിങ് പർപ്പസുകൾക്കും ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല എങ്കിൽ തന്നെ ഓർത്തിരിക്കാം, ക്ലീനിങ് പർപ്പസുകൾക്കും നമ്മൾ സാധാരണ അമോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ കോപ്പർ, ബ്രാസ്, അയൺ, സ്റ്റീൽ അത്തരത്തിലുള്ള കാസ്റ്റൈൻ ഷീറ്റുകൾക്കൊക്കെ നമ്മൾ സാധാരണഗതിയിൽ സാൽ അമോണിക് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഫോസ്ഫോറിക് ആസിഡ് ചോദിച്ചിട്ടുള്ളതുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലക്സ് ആണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫ്ലക്സസ്, അതുപോലെ തന്നെ ഓർഗാനിക് റെസിനും അതുപോലെ തന്നെ ടാലോവും ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്, നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് സോൾഡറിംഗുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിംഗ് ഹാസ് എ ഷാങ്ക് ഫിറ്റഡ് 90 ഡിഗ്രി ടു ദ ഹെഡ് ഹാവിംഗ് ഡാഷ് വി ഷേപ്ഡ്, ഫ്ലാറ്റ്, HM ഷേപ്ഡ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? യെസ്, റൈറ്റ് ആൻസർ ആണ്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വി ഷേപ്ഡ് ആണ്, ഇത്തരത്തിൽ വി ഷേപ്ഡ് ആണ്. ആ ഒരു വെഡ്ജ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ, ഇത്തരത്തിലുള്ള ഒരു വെഡ്ജ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നമുക്ക് ഓൾറെഡി കണ്ടു. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഷാങ്ക് ഹാൻഡിലൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ എനിവേ ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാക്കി. ഇവിടെ 90 ഡിഗ്രി ആണെന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റി. അവിടെ ആ ഒരു വി ഷേപ്ഡ് ആണ്, 90 ഡിഗ്രി ആണ് ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം ഇതാണ്: അപ്രോക്സിമേറ്റ് ഫ്ലെയിം ടെമ്പറേച്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ അസെറ്റിലിംഗ് ഗ്യാസ്. അസെറ്റിലിംഗ് ഗ്യാസിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഓപ്ഷൻ ഏതന്നെയാണ്? 3200 ആണ്. 3200 ആണ്. അപ്പൊ ഏകദേശം 2900 മുതൽ ഏകദേശം 3200 ഡിഗ്രി സെൽഷ്യസിൽ വരെ ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു അസെറ്റിലിംഗ് ഗ്യാസിന്റെ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഫ്ലെയിമിന്റെ ഏകദേശം 3200 കറക്റ്റ് ആൻസർ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. Which of the following flux material is extremely corrosive? എക്സ്ട്രീംലി കൊറോസീവ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് മെറ്റീരിയൽ ആണ് ആൻഡ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് കോപ്പർ ഷീറ്റ്, ബ്രാഷ് ഷീറ്റ്, അതുപോലെ തന്നെ തിൻ പ്ലേറ്റുകൾ. ഏതായിരിക്കും വരുന്നുണ്ടാവുക?
HCl, സിങ്ക് ക്ലോറൈഡ്, ഇവിടെ കൺഫ്യൂഷൻ വന്നല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. സിനോണിക് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ. അപ്പൊ ഇത് എക്സ്ട്രീംലി കൊറോസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ്. അതുപോലെ തന്നെ എന്താണ് കോപ്പർ, ബ്രാസ്, അതുപോലെ ടിൻ ഷീറ്റുകൾ. അപ്പൊ നമുക്ക് പറയാം സിങ്ക് ക്ലോറൈഡ് ആണ് അല്ലെ, സിങ്ക് ക്ലോറൈഡ് എന്ന് പറയാം, സിങ്ക് ക്ലോറൈഡ്. അപ്പൊ കിൽഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് ആണ്. അപ്പൊ നോക്കി ഇവിടെ കോപ്പർ, ബ്രാസ്, അതുപോലെ തന്നെ ടിൻ ഷീറ്റ്. അപ്പൊ ഇതിന് സെയിം ആയിട്ട് വരാൻ സാധ്യതയുള്ള കോപ്പർ, ബ്രാസ്, സ്റ്റീല് നമ്മൾ നേരത്തെ കണ്ടു, അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ഷീറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാസ്റ്റ് അയൺ ഷീറ്റ് ഒക്കെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ നമുക്ക് എന്താണ് നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫ്യൂഷൻ വന്നിരുന്നു. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വന്നതേ ഉള്ളൂ, അപ്പോഴും കൺഫ്യൂഷൻ വന്നു. അപ്പൊ സിങ്ക് ക്ലോറൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് സിങ്ക് ക്ലോറൈഡ് പ്രധാനമായിട്ടുള്ള ഇൻഓർഗാനിക് ഫ്ലക്സുകൾ, ഡയല്യൂട്ട് HCl അല്ലെങ്കിൽ മ്യൂറാറ്റിക് ആസിഡ് ഓൾറെഡി നമ്മൾ കണ്ടു. സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ കിൽഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൽ അമോണിയക് എന്ന് പറയുന്നു. ഫോസ്ഫോറിക് ആസിഡ് അല്ലെ. ഇത്തരത്തിലുള്ള നാല് ഇനോർഗാനിക് ഫ്ലക്സുകളാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ GI ഷീറ്റ് അല്ലെങ്കിൽ സിങ്ക് അയൺ, GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് അല്ലെങ്കിൽ സിങ്ക് കോട്ട് ചെയ്തിട്ടുള്ള അയൺ, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ മ്യൂറാറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഡയല്യൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ കിൽഡ് സ്പിരിറ്റ്, കോപ്പർ, ബ്രാസ്, ടിൻ ഷീറ്റുകൾക്ക്. അമോണിയം ക്ലോറൈഡ്, കോപ്പർ, ബ്രാസ്, സ്റ്റീൽ എന്ന് എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം അമോണിയം ക്ലോറൈഡ് ആണ്. അതുപോലെ തന്നെ ആൾസോ ക്ലീനിങ് ഏജന്റ് ഇൻ ഡിപ്പിംഗ് സൊല്യൂഷൻ. നമുക്ക് ഡിപ്പിംഗ് സൊല്യൂഷനിൽ നമുക്ക് ക്ലീനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളതും ചോദ്യം വന്നിട്ടുണ്ട്, സാൽ അമോണിയ. ഫോസ്ഫോറിക് ആസിഡ് വീണ്ടും നമുക്ക് പറയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ SS നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഫോസ്ഫോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് സർഫസ് ലെവലിൽ വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫസ്റ്റ് ഫെയിൽസ് ഡ്യൂ ടു ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആദ്യം ഫെയിലിയർ ആവുന്നത് എന്തിനാണ്? സോഫ്റ്റ് സോൾഡറിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ്, റിവെറ്റിംഗ്. ഓപ്ഷൻ യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ്. സോഫ്റ്റ് അതായത് സോൾഡറിംഗ്, നമ്മുടെ സോൾഡറിംഗ്. അപ്പം ഈ ബ്രേസിംഗിനെ വിളിക്കുന്ന മറ്റൊരു സോൾഡറിംഗ് വേർഡ് ഉണ്ട്, എന്താണ്? ഹാർഡ് സോൾഡറിംഗ് എന്നാണ് വിളിക്കുക. ഹാർഡ് സോൾഡറിംഗ്. അപ്പം ഇത്തരത്തിൽ അപ്പൊ നമുക്ക് ഈ പറയുന്ന ബ്രേസിംഗിന് പകരം ഹാർഡ് സോൾഡറിംഗ് എന്ന് ഒരുപാട് നമ്മുടെ ആ ഒരു ഓപ്ഷനിൽ വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ വന്നേനെ ഒരു പക്ഷേ. അപ്പോൾ നോക്കി, അപ്പൊ അത് ഹാർഡ് ഏതാണ് സോഫ്റ്റ് ഏതാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ചിലപ്പോൾ അന്നേരം എക്സാമ്പിളിൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വരാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പൊ അത്തരത്തിൽ ബ്രേസിംഗിനെ നമുക്ക് എന്താ വിളിക്കുക? ഹാർഡ് സോൾഡറിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത്തരത്തിൽ സോൾഡറിംഗിന്റെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഒരു 180-250 റേഞ്ച് അല്ലെങ്കിൽ 450°C താഴെ ആയിരിക്കും എങ്ങനെ പോയാലും ആ ഒരു ടെമ്പറേച്ചർ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ് സോൾഡർ ചെയ്തിട്ടുള്ള ഒരു എന്താണ് ജോയിന്റ്, അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ്, ബ്രേസ് ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ്, റിവെറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോയിന്റ് നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്നു, ഒരുമിച്ച് ഇങ്ങനെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഫെയില്യൂർ സംഭവിക്കുന്നത്, ഏറ്റവും ആദ്യം അത് ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അത് പൊട്ടിപ്പോകുന്നത് അല്ലെ, അതേതായിരിക്കും? ഈ പറഞ്ഞ സോൾഡർ ചെയ്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഈ ചെറിയ രീതിയിൽ ഹീറ്റ് ചെയ്തുകൊണ്ട്, ഈ പറഞ്ഞതിനകത്ത് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ജോയിന്റ് ആണോ അതോ സെമി പെർമനന്റ് ആണോ, അല്ലെങ്കിൽ അതൊരു എന്താണ് ഈ സോൾഡറിംഗ് എന്ന് പറഞ്ഞ എന്ത് ടൈപ്പ് ജോയിന്റ് ആണ്? സെമി പെർമനന്റ് ടൈപ്പ് ആണ് ഇത്തരത്തിലുള്ള ജോയിന്റ്. അപ്പോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ഹോട്ടസ്റ്റ് പോയിന്റ് ഓർ റീജിയൻ ഓഫ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ഓക്സിഅസെറ്റിലിൻ ഫ്ലെയിം ഈസ് അറ്റ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹോട്ടസ്റ്റ് പോയിന്റ് ഓപ്ഷൻ ഡി തന്നെയാണ്. പ്രീവിയസ് ഇയർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ഹെഡ് ഓഫ് ദ ഇന്നർ കോൺ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഇന്നർ കോൺ ഉണ്ടാവും. ഇന്നർ കോണിന് എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന ഇന്നർ കോണിന് ആ ജസ്റ്റ് മുന്നിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? മാക്സിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ അല്ലെങ്കിൽ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഹോട്ടസ്റ്റ് പോയിന്റ് ഓർ റീജിയൻ ഓഫ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ഓക്സിഅസെറ്റിലിൻ ഫ്ലെയിം. ഇത്തരത്തിൽ ഓക്സിഅസെറ്റിലിൻ ഫ്ലെയിം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതൽ അല്ലെങ്കിൽ ഹോട്ടസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ജസ്റ്റ് ഹെഡ് ഓഫ് ദ ഇന്നർ കോണിന് ജസ്റ്റ് മുന്നിലായിട്ടുള്ള ആ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കാം ചോദിച്ചിട്ടുള്ള ചോദ്യം. മറ്റൊരു ചോദ്യം: വിച്ച് ഓക്സിഅസെറ്റിലിൻ ഫ്ലെയിം യൂസ്ഡ് ഫോർ വെൽഡിംഗ്, ബ്രാസ് ആൻഡ് ബ്രേസിംഗ് പർപ്പസ്? ഏത് ടൈപ്പ് ഓക്സിഅസെറ്റിലിൻ ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഓക്സിഡൈസിംഗ്.
യെസ്, റൈറ്റ് ആൻസർ ആണ്, ഓക്സിഡൈസിങ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് 3 ഫ്ലെയിമുകളാണ് ഉള്ളത്: കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിൽ ഏറ്റവും അതായത് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ്. ഏറ്റവും സൗണ്ട്, അതായത് ഏറ്റവും നന്നായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഫ്ലെയിം എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാറുണ്ട്. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലെയിം എന്നുള്ള രീതിയിലും ചോദ്യം വരാറുണ്ട്. അത് ന്യൂട്രൽ ഫ്ലെയിം ആണ് നമുക്ക് ഉത്തരം വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ബ്രാസ് ബ്രേസിങ്ങിനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. അപ്പൊ ഉത്തരം വരിക ജസ്റ്റ് എന്താണ്, ഓക്സിഡൈസിങ് ഫ്ലെയിം തന്നെയാണ് ഉത്തരം വരിക അല്ലെ. സോ ഇവിടെ ഉത്തരം വരിക ഓക്സിഡൈസിങ് ഫ്ലെയിം തന്നെയാണ്, ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നുണ്ടാവുക. സോ ബ്രാസ് അതുപോലെ തന്നെ ബ്രേസിങ്ങിനൊക്കെ ഓക്സിഡൈസിങ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ബാക്കി കൂടുതലും നമുക്ക് ചെയ്യുന്നുണ്ടാവുക, കൂടുതലും നമുക്ക് ഇത്തരത്തിൽ ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ് കൂടുതലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ മൈൽഡ് സ്റ്റീൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോപ്പർ അത് ഡി ഓക്സിഡൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ബ്രാസ് നമ്മൾ നേരത്തെ കണ്ടു ഓക്സിഡൈസിങ്, കാസ്റ്റ് അയൺ നമ്മൾ നേരത്തെ കണ്ടു ഇത്തരത്തിൽ ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ന്യൂട്രൽ ഫ്ലെയിം ആണ്. അലുമിനിയം പ്യുവർ ആണ്, അത് ഓക്സൈഡ് ഫോമിലല്ല, പ്യുവർ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ന്യൂട്രൽ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെലൈറ്റിന് നമ്മൾ കാർബറൈസിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ സ്റ്റെലൈറ്റിങ്ങിന് കാർബറൈസിങ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കാർബറൈസിങ് ഇവിടെ നമ്മൾ സ്റ്റെലൈറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബ്രാസ് അല്ലെങ്കിൽ ബ്രേസിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിഡൈസിങ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: which of the following flame combination is used for underwater gas Options: cutting? Hydrogen. Yes. ഹൈഡ്രജൻ. Yes. Right answer. Hydrogen, option 3. യെസ്, ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ആണ്. അണ്ടർ വാട്ടർ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഓക്സി ചോദിച്ചു കണ്ടിട്ടുള്ളതോ ഇത്തരത്തിലുള്ള ഉത്തരം വന്നിട്ടുള്ളതും അത് തന്നെയാണ്, ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: ഗ്യാസ് വെൽഡിംഗ് നോസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രാസ്, ക്രോമിയം, കോപ്പർ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഗ്യാസ് വെൽഡിങ്ങിന്റെ നോസിൽ അല്ലെ, നമുക്കറിയാം നോസിൽ തരത്തിൽ ഏത് മെറ്റീരിയൽ ഉണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: വിച്ച് ബ്ലോ പൈപ്പ് വിൽ ബി യൂസ്ഡ് വെൻ ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഗ്യാസ് പ്രഷർ ആർ ഈക്വൽ? അപ്പൊ ബ്ലോ പൈപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം, രണ്ടും ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, ഹൈ പ്രഷർ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. ഓപ്ഷൻ സി അല്ലെ, ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 പ്രഷർ പൈപ്പ് ബ്ലോ പൈപ്പ്, 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഹൈ പ്രഷറും ഉണ്ട്, അതുപോലെ തന്നെ ലോ പ്രഷറും ഉണ്ട് അല്ലെ. സോ ഹൈ പ്രഷറും ഉണ്ട്, ലോ പ്രഷറും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മൾ തൊട്ടു മുന്നേ എന്താണ് ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ്, രണ്ടും എന്താണ് ഒരേപോലെ അല്ലെ, ഈക്വൽ. ആ ഒരു ഓക്സിജനും അസറ്റിനും ഒരേ പ്രഷറിലാണ് പോകുന്നതെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരേ പ്രഷറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പൈപ്പാണ് അത്തരത്തിൽ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ പ്രധാനപ്പെട്ട 2 പ്രഷർ ബ്ലോ പൈപ്പുകളാണുള്ളത്. ഹൈ പ്രഷറും ഉണ്ട്, അതുപോലെ തന്നെ ലോ പ്രഷറും ഉണ്ട്. ഈ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു പേര് പറയാറുണ്ട് നോൺ ഇൻജക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്. എന്നാണ് നോൺ ഇൻജക്ടർ ടൈപ്പ്. അവിടെ ഇൻജക്ടേഴ്സ് ഇല്ല, അവിടെ എന്താണ് ഓൾറെഡി ഹൈ പ്രഷർ ആണ്, നോൺ ഇൻജക്ടർ ടൈപ്പ്. അപ്പം ഈക്വൽ പ്രഷർ ആണ് ബ്ലോ പൈപ്പിൽ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഈക്വൽ പ്രഷർ എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് യൂസ്ഡ് ഇൻ ഹൈ പ്രഷർ സിസ്റ്റം ഓഫ് ഗ്യാസ് വെൽഡിംഗ്, അതുപോലെ നോട്ട് സൂട്ടബിൾ ഫോർ ലോ പ്രഷർ സിസ്റ്റം. ആ ഒരു ലോ പ്രഷർ സിസ്റ്റത്തിന് സൂട്ടബിൾ അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. Okay, our pressure of oxygen and acetylene are kept the same, that is 0.15 kilogram per centimeter square. അപ്പോൾ ഈ പറയുന്ന ഓക്സിജനും അല്ലെ, ഇത്തരത്തിൽ ഉള്ളിലേക്ക് വരുന്ന ഓക്സിജനും ഉണ്ടാകും, അതുപോലെ തന്നെ അസറ്റിനും ഉണ്ടാകും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രഷർ ഈക്വൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ അവിടെ നോൺ ഇൻജക്ടർ ടൈപ്പ് ആണ്. അവിടെ ഇൻജക്ടേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലെ, ഇതിൽ ഇൻജക്ടേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഹൈ പ്രഷർ സിസ്റ്റത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അതായത് വരുന്നത് നല്ല പ്രഷറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് ഇൻജക്ടേഴ്സിനൊന്നും ആവശ്യമില്ല, നല്ല പ്രഷറിൽ വരുന്നു. ആ പ്രഷർ അതിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ രണ്ടും സെയിം ആക്കുന്നു. ദാറ്റ് ഈസ് 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതുകൂടെ ഓർത്തിരിക്കാം. ഇത് രണ്ടിന്റെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതിലേക്കാണ്, 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ നമ്മൾ എത്തിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അതാണ് ഹൈ പ്രഷർ എന്ന് പറയുന്നത്. ലോ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താണ്, ലോ പ്രഷർ സിസ്റ്റത്തിൽ നിന്നായിരിക്കും നമ്മൾ വരുന്നുണ്ടാവും. അതിനെ നമുക്ക് ഇത്തരത്തിൽ നിന്ന് നോസിലിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. സത്യത്തിൽ ഇൻജക്ടർ ടൈപ്പ് എന്ന് പറയും. സോ ബ്ലോ പൈപ്പ് ഹാസ് ഇൻജക്ടർ ഇൻസൈഡ് ദ ബോഡി ത്രൂ ദ ഹൈ പ്രഷർ ഓക്സിജൻ ഗ്യാസസ്. നോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താണ് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഇൻജക്ടർ ടൈപ്പിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ പ്രിവെന്റ് ബാക്ക് ഫയറിംഗ് ഒഴിവാക്കുന്നു എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ.
ബാക്ക് ഫയറിംഗ് ഒഴിവാക്കുന്നത് ഇത്തരത്തിലുള്ള ഇഞ്ചക്ടർ ടൈപ്പ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. സോ യൂസ്ഡ് ഫോർ ബോത്ത് ഹൈ ആൻഡ് ലോ പ്രഷർ സിസ്റ്റം. ഈ പറഞ്ഞ രീതിയിൽ ഹൈ പ്രഷർ സിസ്റ്റത്തിലും ലോ പ്രഷർ സിസ്റ്റത്തിലും നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഹൈ പ്രഷർ സിസ്റ്റം നമുക്ക് എവിടെ മാത്രമേ പറ്റുള്ളൂ? ഹൈ പ്രഷറിൽ മാത്രമേ പറ്റുള്ളൂ. ലോ പ്രഷർ സിസ്റ്റത്തിൽ അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ, അത് ഇത് പറയുന്ന ബ്ലോ പൈപ്പുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ അതാണ്, ഒന്ന് ഓർത്തിരിക്കാം. സോ ഇവിടെ നമ്മളുടെ ഉത്തരം എന്താ വരിക? രണ്ടും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രഷർ സിസ്റ്റം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ടു പ്രൊവൈഡ് മാക്സിമം എമൗണ്ട് ഓഫ് ഗ്യാസ്, സീരീസ് കണക്ഷൻ ഓഫ് മെനി ഗ്യാസ് സിലിണ്ടർ ഫോർ ലാർജ് ഗ്യാസ് വെൽഡിംഗ് ജോബ് ഈസ് കോൾഡ്. സീരീസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ടു പ്രൊവൈഡ് മാക്സിമം എമൗണ്ട് ഓഫ് ഗ്യാസ്, നമുക്ക് ഇത്തരത്തിൽ ഗ്യാസ് കുറെ അധികം വേണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു വർക്കാണ് ചെയ്യുന്നത്, ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണം, കുറെ അധികം വേണമെന്നിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഗ്യാസസ്, നമ്മുടെ ഈ പറഞ്ഞ അസറ്റിൻ സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ നമ്മൾ സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. സീരീസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കണക്ഷൻ ഉണ്ടാവും. മിനി ഗ്യാസ് സിലിണ്ടേഴ്സ് ഫോർ ലാർജ് ഗ്യാസ് വെൽഡിംഗ് ജോബ്, വളരെ വലിയ ഗ്യാസ് വെൽഡിംഗ് ജോബിന് മാനിഫോൾഡ് ആണ് സാറേ. ഓപ്ഷൻ സി, സിലിണ്ടർ മാനിഫോൾഡ്. യെസ്, അപ്പൊ അത് കറക്റ്റ് ആണ്. നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് എന്താണ്? സിലിണ്ടർ മാനിഫോൾഡ് സോറി, സിലിണ്ടർ മാനിഫോൾഡ് എന്നാണ് പറയാനേ. അതിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു നമ്മുടെ KPSC തന്നെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സിലിണ്ടറുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം വന്നത്. അപ്പൊ എന്താണ് ചോദ്യം? ഉത്തരം എന്താ? സിലിണ്ടർ മാനിഫോൾഡ്. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ മാനിഫോൾഡ്. അങ്ങനെ നമ്മൾ ചേർത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇത് സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടാവും. സീരീസ് കണക്ഷൻ ഓഫ് മെനി ഗ്യാസ് സിലിണ്ടേഴ്സ് ഫോർ ലാർജ് വെൽഡിംഗ് ജോബ് ഈസ് കോൾഡ് സിലിണ്ടർ മാനിഫോൾഡിംഗ്. അതിനെ വിളിക്കുന്ന പേരാണ്. ഒരു ടേമാണ്, നമ്മുടെ ഒരു വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ഒരു ടേമാണ്. എന്താണ് ഈ സിലിണ്ടർ മാനിഫോൾഡിംഗ്? ബേസിക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ചേർത്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ മാനിഫോൾഡിംഗ്. അല്ല എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? വളരെ വലിയ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സിലിണ്ടർ മാനിഫോൾഡിംഗ് എന്നാണ് പറയുക കേട്ടോ. അത് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ ഹൈ പ്രഷർ വെൽഡിംഗ് അസറ്റ് പ്രഷർ ഈസ് 15 കിലോഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ. യെസ്, റൈറ്റ് ആൻസർ ആണ്. 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇത്തരത്തിൽ അസറ്റിൻ പ്രഷർ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യം: ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ഫ്യൂസിബിൾ പ്ലഗ്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കേട്ടോ. നമുക്കറിയാം എന്താണ്, നമുക്ക് ഫ്യൂസിബിൾ പ്ലഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഫ്യൂസിബിൾ പ്ലഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ ബോയിലേഴ്സിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്യൂസിബിൾ പ്ലഗ് യൂസ് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് തന്നെ ഉരുകി എന്ത് ചെയ്യുന്നുണ്ടാവും? അത് താഴേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് എന്താണ് അവിടെ സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. അതിന്റെ പരമായിട്ട് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഈ പറയുന്ന ഫ്യൂസിബിൾ പ്ലഗിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഫ്യൂസിബിൾ പ്ലഗ് ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് ഈ പറഞ്ഞ രീതിയിൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി, ഫ്യൂസിബിൾ പ്ലഗ്. അപ്പൊ നമുക്ക് ഈ ഒരു സിലിണ്ടർ, നമ്മുടെ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാസ് വെൽഡിംഗ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പ് പോർഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്യൂസിബിൾ പ്ലഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഫ്യൂസിബിൾ പ്ലഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സേഫ്റ്റി പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ഫ്യൂസിബിൾ പ്ലഗ് മെൽറ്റ് ചെയ്യുന്നത് ഏകദേശം അറൌണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേനും അത് മെൽറ്റ് ചെയ്യും. അതിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകില്ല എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഫോർ കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പഷന് വേണ്ടിയിട്ട് 1 ലിറ്റർ ഓഫ് അസറ്റിൻ റിക്വയർസ് ഡാഷ് ലിറ്റർ ഓഫ് ഓക്സിജൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആൻസർ ആണ് ഓപ്ഷൻ സി, 2.5 ലിറ്റർ. അതായത് 1 ലിറ്റർ അസറ്റിൻ അല്ലെ C2H2 കത്തണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ ഓക്സിജൻ വേണം എന്നുള്ളതാണ്. 2.5 ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ നമുക്ക് വേണം എന്നുള്ളത് ഓർത്തിരിക്കാം. 1 ലിറ്റർ നമുക്ക് ഈ പറയുന്ന അസറ്റിൻ നമുക്ക് പൂർണ്ണമായിട്ടും കത്തുന്നതിന് വേണ്ടിയിട്ട്, കംപ്ലീറ്റ് കമ്പഷന് വേണ്ടിയിട്ട് ഏകദേശം 2.5 ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ നമുക്ക് റിക്വയർഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് DA സിലിണ്ടർ. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ DA സിലിണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസോൾവ്ഡ് അസറ്റിൻ സിലിണ്ടർ ആണ്. ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ആ ഒരു വെൽഡിംഗ് അല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഫിറ്റർ കോഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ സർഫസ് ലെവലിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരുന്നാൽ മതിയാകും. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 3, 5, 6, 7 കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഉത്തരമായിട്ട് വരിക നമുക്കറിയാം 6 മീറ്റർ ക്യൂബ് ആണ് വോളിയം. അത്രയും 6 മീറ്റർ ക്യൂബ് വോളിയം ആണ് ഡിസോൾവ്ഡ് അസറ്റിൻ സിലിണ്ടറിന് ഉണ്ടാവുക.
7 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏതിനായിരിക്കും? ഓക്സിജൻ. ഓക്സിജൻ. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടു ബ്ലാക്ക് കളറാണ്. കപ്പാസിറ്റി 7 മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. ഓക്സിജന്റെ കപ്പാസിറ്റി 7 മീറ്റർ ക്യൂബ് ആണ്. സ്റ്റോറേജ് പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിലിൻ സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക അത് ഓക്സിജൻ സിലിണ്ടർ തന്നെയാണ്. ഏകദേശം 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 14 മെഗാ പാസ്കൽ എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. 14 മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്കത് അതുകൂടി മനസ്സിലാക്കി വെക്കാം. 14 മെഗാ പാസ്കൽ എന്നുള്ളത്. അപ്പൊ നേരത്തെ കണ്ടു 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കണ്ടു. അപ്പൊ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ എന്തിന്റെ ആയിരുന്നു? അത് നമ്മുടെ അസറ്റിലിന്റെ എന്തായിരുന്നു? കറസ്പോണ്ടിങ് സ്റ്റോറേജ് പ്രഷർ ആണെന്നുള്ളത് കൂടി നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഈ 15 14 തമ്മിലൊന്നും വ്യത്യാസം പോകരുത്. കാര്യം നമ്മുടെ ആ യൂണിറ്റ് കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം യൂണിറ്റ് കൂടി എല്ലാവരും ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ത്രെഡുകളും റൈറ്റ് ഹാൻഡ് ത്രെഡുകളാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ത്രെഡാണ് എല്ലാ ത്രെഡുകളും അവിടെ അതുമായി ബന്ധപ്പെട്ട് ഹോഴ്സിൻ്റെതായാലും അതുപോലെ തന്നെ മറ്റ് എല്ലാ ത്രെഡുകളും യൂസ് ചെയ്യുന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി DA-യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് അസറ്റിൻ ഗ്യാസ് സിലിണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെറൂൺ കളർ ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ 6 മീറ്റർ, ഇതാണ് നമ്മുടെ ചോദ്യം വന്നത്. 6 മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ശ്രദ്ധിക്കുക, 15 മുതൽ 16 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഏകദേശം 1.5 മെഗാ പാസ്കൽ എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റ് ഉള്ള എല്ലാ ത്രെഡുകളും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണെന്നുള്ളത് കൂടി ഇത്രയും പോയിന്റുകൾ അത്യാവശ്യം നമുക്ക് ആ ഒരു സിലിണ്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ റീജിയൻ സറൗണ്ടിങ് ദ ഇന്നർ കോൺ ആൻഡ് നോസിൽ ടിപ്പ്. റീജിയൻ സറൗണ്ടിങ് ദ ഇന്നർ കോൺ, മാക്സിമം ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക, നോക്കി ആ ഒരു റീജിയൻ ഇന്നർ കോൺ ആൻഡ് നോസിൽ ടിപ്പ്. അപ്പൊ ഇത്തരത്തിൽ നോസിൽ ടിപ്പിന്റെയും ഇന്നർ കോണിന്റെയും ഏരിയയിൽ അത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോൺ ഉണ്ടാവും, ഒരു സോൺ. അങ്ങനെ സോൺ അതിനകത്ത് റെഡ്യൂസിങ് സോൺ ആണ്. അതിന് ആ ഒരു സോണിനെ വിളിക്കുന്നുണ്ടാവുക റെഡ്യൂസിങ് സോൺ എന്നാണ് കേട്ടോ. സോ റെഡ്യൂസിങ് സോൺ ആണ് ആ ഒരു റീജിയനെ പറയുന്നുണ്ടാവുക. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ എന്താണ്, ജസ്റ്റ് ഹെഡ് ഓഫ് ദ ഒരു നോസിൽ, ആ ഒരു ഇന്നർ കോണിന്റെ ജസ്റ്റ് മുന്നിലായിട്ട് നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ റീജിയൻ ആണ്. എന്നാൽ ഇത്തരത്തിൽ ആ ഇന്നർ കോണിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സോൺ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള റെഡ്യൂസിങ് സോൺ ആണ് കേട്ടോ. റെഡ്യൂസിങ് സോൺ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, റെഡ്യൂസിങ് സോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് 3 ഫ്ലെയിമുകളാണുള്ളത്. ന്യൂട്രൽ ഫ്ലെയിം ഉണ്ട്, ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ട്, കാർബോറൈസിങ് ഫ്ലെയിം ഉണ്ട് അല്ലെ. സോ ഇത്തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഔട്ടർ എൻവലപ്പ്, ഇതാണ് നമ്മുടെ ഔട്ടർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇന്നർ കോൺ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ മറ്റൊരു കോൺ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ ഇത്തരത്തിലുള്ള കാർബോറൈസിങ് ഫ്ലെയിം ഉണ്ട് അല്ലെ. 3 എണ്ണം ഉണ്ടെങ്കിൽ കാർബോറൈസിങ് ഫ്ലെയിം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും നമ്മുടെ ഫ്ലെയിമുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുപോലെ തന്നെ കാർബോറൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ അസറ്റിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഓക്സിജൻ കുറവായിരിക്കും. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുമ്പോൾ അത് 50-50, അതായത് 50% പകുതി ആയിരിക്കും അല്ലെ. ഇത്തരത്തിൽ ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ പകുതി അസറ്റിലും പകുതി ഓക്സിജനും ആണ്. ഓക്സിഡൈസിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കൂടുതലായിരിക്കും കമ്പയർഡ് ടു അസറ്റിൽ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാവും. അതാണ് ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഗ്യാസ് കട്ടിങ്ങിനൊക്കെ ഏത് ഫ്ലെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഗ്യാസ് കട്ടിങ്ങിനൊക്കെ നമ്മൾ സാധാരണ ഓക്സിഡൈസിംഗ് ഫ്ലെയിം, അതുപോലെ തന്നെ ബ്രാസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ബ്രേസിംഗ് പർപ്പസുകൾക്ക് ഓക്സിഡൈസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നല്ലൊരു ഫ്ലെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ്. കാർബോറൈസിംഗ് ഫ്ലെയിം സ്റ്റെല്ലൈറ്റ്, അത്തരത്തിലുള്ള സ്റ്റെല്ലൈറ്റ് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കൊബാൾട്ട് കണ്ടന്റ് ഒക്കെ ഉള്ള സ്റ്റെല്ലൈറ്റ് മെറ്റീരിയലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കാർബോറൈസിംഗ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ദ പ്രഷർ റേഞ്ച് ബിറ്റ്വീൻ ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടർ പ്രഷർ റേഞ്ച് എത്രയായിരുന്നു നമ്മൾ ഓൾറെഡി കണ്ടു. ഓപ്ഷൻ എ തന്നെയാണ്. 120 മുതൽ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ 14 മെഗാ പാസ്കൽ ആണെന്ന് ഓൾറെഡി കണ്ടു. മറ്റൊരു ചോദ്യം, ടോൺസ് ആർ മേഡ് അപ്പ് ഓഫ്. ലോ കാർബൺ സ്റ്റീൽ റൈറ്റ് ആൻസർ ആണ്. ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ, ലോ കാർബൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ഓൾറെഡി കണ്ടു. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ അസറ്റിലിൻ. ഓപ്ഷൻ എ ആണ്. സി പറഞ്ഞത് നമ്മുടെ അസറ്റിനാണ് കേട്ടോ, അത് ഓക്സി അസറ്റിനാണ് സി പറഞ്ഞത് ഏകദേശം വരിക. ഇപ്പൊ എയർ അസറ്റിനാണ് കേട്ടോ.
എയർ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം എന്താ വരിക? 1825, 1875. അപ്പൊ ഇതൊരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. നമ്മളുടെ ആ ഒരു ഫ്യൂൽ ഗ്യാസ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഫ്ലെയിമിന്റെ പേരിനെ പറയുന്നത് ടെമ്പറേച്ചർ റേഞ്ച് ഓർത്തിരുന്നാൽ മതി. ആപ്ലിക്കേഷൻ ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഒരു ഗ്യാസ് കട്ടിങ്ങുമായി, അതായത് നമ്മുടെ ആ ഒരു എന്താണ് അണ്ടർ വാട്ടർ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അണ്ടർ വാട്ടർ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഓക്സി എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ അല്ലെ, ഇത്തരത്തിൽ ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ. ഇത്തരത്തിൽ ആ ഒരു അണ്ടർ വാട്ടർ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പ്രീവിയസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ് ഓക്സിജൻ, അതുപോലെ തന്നെ ഓക്സി ചോദ്യം ഏതായിരുന്നു വന്നത്? അതായത് എയർ അസറ്റിലായിരുന്നു അല്ലെ. എയർ അസറ്റിൽ 1825 കറക്റ്റ് ആണ്. 1825 അതുപോലെ തന്നെ 1875 റേഞ്ച് എയർ അസറ്റിലാണ് നമ്മുടെ ഉത്തരമായി വന്നിട്ടുള്ളത്. സോ എയർ അസറ്റിൻ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ലെഡ് ബേണിങ്ങിനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ലെഡ് ബേണിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? യൂസ്ഡ് ഓൺലി ഫോർ സോൾഡറിങ്, ബ്രേസിംഗ്, ഹീറ്റിംഗ് പർപ്പസ് ആൻഡ് ലെഡ് ബേണിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്താണ് എയർ അസറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാര്യം ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ റേഞ്ച് നിർത്താൻ മതി 1825, 1875. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒരാൾ 3000 സംതിങ്ങിന്റെ ഒരു കേസ് പറഞ്ഞത് അത് ഓക്സി അസറ്റിലാണ്. ഓക്സി അസറ്റിന്റെ ആണ് ഏകദേശം 3100, 3300 റേഞ്ച് എന്നുള്ളതും നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി. സാധാരണഗതിയിലൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സി അസറ്റിൻ തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്സി അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആകുമ്പോൾ ഓക്സി ഹൈഡ്രജൻ, കോൾ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്, ഇത്തരത്തിൽ ഓക്സി കോൾ ഗ്യാസ്. അതുപോലെ തന്നെ ലിക്വിഡ് ഓക്സിജൻ, അതായത് LPG നമ്മുടെ ഗ്യാസ് കട്ടറിനൊക്കെ നമ്മൾ സാധാരണ LPG ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ LPG ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇതാണ്, വിച്ച് ഓക്സി അസറ്റിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്? ഓപ്ഷൻ സി തന്നെയാണ്, ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ്. ഓപ്ഷൻ സി ന്യൂട്രൽ ഫ്ലെയിം തന്നെയാണ് നമ്മൾ ഉത്തരം വരിക കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യം, വിച്ച് ഓക്സി അസറ്റിൻ ഫ്ലെയിം ഈസ് യൂസ്ഡ് ടു വെൽഡിംഗ് സ്റ്റെല്ലൈറ്റ് ഹാർഡ് ഫേസിംഗ് ലിൻഡെ വെൽഡിംഗ്? റൈറ്റ് ആൻസർ ആണ്. അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് പോവാം. ചോദ്യം, വാട്ട് ഈസ് ദ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക്? തന്നിരിക്കുന്നത് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് വെൽഡിംഗ് ഫ്രം റൈറ്റ് എഡ്ജ് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെ, മറ്റേ ലെഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് എഡ്ജ് ടുവേർഡ്സ് അപ്വേർഡ് ഡൗൺവേർഡ്, അതൊന്നുമല്ല. അപ്പൊ ഇത് എന്താണ്? ഉത്തരം എ തന്നെയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ്, വെൽഡിംഗ് ഫ്രം റൈറ്റ് എഡ്ജ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ആംഗിൾ തന്നെയാണ്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാം. കാര്യം അത് പലപ്പോഴും നമുക്കത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക്, വെൽഡിംഗ് ടെക്നിക്കിനകത്ത് പ്രധാനമായിട്ട് രണ്ടുണ്ട്, ലെഫ്റ്റ് വേർഡ് ഉണ്ട്, റൈറ്റ് വേർഡ് ഉണ്ട്. ലെഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നുണ്ടാവുക. അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ എത്തരത്തിൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക, ദാറ്റ് ഈസ് നമുക്ക് പ്രധാനമായിട്ടും ഫില്ലർ റോഡും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോ പൈപ്പും ഉണ്ട്. ബ്ലോ പൈപ്പിന്റെ ആ ഒരു ആംഗിൾ 60 മുതൽ 70 ഡിഗ്രിയാണ്. ബ്ലോ പൈപ്പിന്റെ ആംഗിൾ 60 മുതൽ 70 ഡിഗ്രിയാണ്. ഫില്ലർ റോഡിന്റെ ആണെന്നുണ്ടെങ്കിൽ 30 മുതൽ 40 ഡിഗ്രിയാണ്. ഫില്ലർ റോഡ് എത്രയാണ്? 30 മുതൽ 40 ഡിഗ്രിയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഫില്ലർ റോഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. അതിപ്പോ ലെഫ്റ്റ് വേർഡ് ആയാലും റൈറ്റ് വേർഡ് ആയാലും ഫില്ലർ റോഡ് തന്നെയാണ്, 30 മുതൽ 40 ഡിഗ്രി തന്നെയാണ്. അത് ഓർത്തിരിക്കാം. സോ ലെഫ്റ്റ് വേർഡ് ആയിക്കോട്ടെ റൈറ്റ് വേർഡ് ആയിക്കോട്ടെ ഫില്ലർ റോഡ് 30 മുതൽ 40 ഡിഗ്രി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. എന്നാൽ ഈ പറയുന്ന എന്താണ് റൈറ്റ് വേർഡ് അല്ലെങ്കിൽ റൈറ്റ് വേർഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ബ്ലോ പൈപ്പിന്റെ ആംഗിൾ എത്ര വരിക? 40-50 40-50 റേഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതൊന്നും ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഈ പറഞ്ഞ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ അപ് ടു 5 mm തിക്നസ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. വെൽഡിംഗ് പ്ലേറ്റ് അപ് ടു 5 mm വരെയാണ് നമ്മൾ ലെഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. 5 mm മുകളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റൈറ്റ് വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓക്സിഡേഷൻ വെൽഡിംഗ് ടെക്നിക്കാണ് ഇത്തരത്തിൽ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് വൺ ഈസ് ക്ലോസ്ഡ് ഫസ്റ്റ് വൈൽ ഷട്ട് ഡൗൺ ഓക്സി അസറ്റിൻ പ്ലാന്റ്? ഓക്സി അസറ്റിൻ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏതായിരിക്കും നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ ബി തന്നെയാണ്. ദാറ്റ് ഈസ് അസറ്റിൻ ആണ് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അസറ്റിൻ ആണ് എന്ത് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. അത് ഓർത്തിരിക്കാം. സോ അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ ഓഫ് ദ ബ്ലോ പൈപ്പ് ഹെൽഡ് അറ്റ് റൈറ്റ് വേർഡ്? ഏതായിരിക്കും? 40-50. ബ്ലോ പൈപ്പ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 40 to 50 ഡിഗ്രി. സംശയമൊന്നും വേണ്ട, 40 to 50 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വെൽഡിംഗ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പൊ 30-40 എന്താണ്? അത് നമ്മുടെ ഫില്ലർ റോഡ് അതുപോലെ തന്നെ വെച്ചേക്കാൻ സംശയമൊന്നുമില്ല. ഒന്ന് ഈ പറഞ്ഞ 40-60 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. 40-60 ആണ്, മറ്റേത് 60-70 റേഞ്ച് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് സൈസ് ഓഫ് നോസിൽ നമ്പർ? മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. നോസിൽ നമ്പർ യൂസ്ഡ് ഫോർ വെൽഡ് 4 mm തിക്ക് പ്ലേറ്റ്? ഓപ്ഷൻ സി
ഓപ്ഷൻ സി 410 തന്നെയാണ്. അപ്പൊ ഓർത്തിരുന്നാൽ മതി 410 ഓപ്ഷൻ സി. ദാറ്റ് ഈസ് നോസിൽ സൈസ് നമ്പർ 10 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോസിൽ സൈസ് നമ്പർ 10 ആണ്. അപ്പൊ മിക്കപ്പോഴും നമ്മളുടെ എക്സാമ്പിൾക്ക് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നെയാണ്. വളരെ ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏകദേശം അപ് ടു ഒരു 4-5 വരെയെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരു ഓർമ്മ വേണം. പിന്നെ ഈ പറഞ്ഞ ഓവർ 25 എന്ന് പറയുന്നത് 90 നമ്പർ എന്നുള്ളത് ഓർത്തിരിക്കും കേട്ടോ. ഓവർ 25 mm ആണെന്നുണ്ടെങ്കിൽ 90 ആണ്. സാധാരണഗതിയിൽ ഒരു 4-5 ഒക്കെ പ്രാക്ടിക്കലായിട്ടൊക്കെ ഒരു 4-5 mm വരെ അല്ലെങ്കിൽ വരെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കൂടുതലും നമ്മൾ ലാബുകളിലൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്രയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. പിന്നെ നമുക്കൊരു ഏറ്റവും ഹയർ വാല്യൂ എന്നുള്ള നിലയിൽ 25 mm മുകളിലേക്ക് പ്ലേറ്റുകൾ നമ്മൾ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോസിൽ നമ്പർ 90 സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം 0.8 ആണെങ്കിൽ 1, 1.2 ആണെങ്കിൽ 2, 1.6 ആണെങ്കിൽ 3, 2.4 ആണെങ്കിൽ 5, 3, 7, 4 അല്ലെ നമ്മുടെ ചോദ്യം വന്നതാണ്. ചോദിച്ചിട്ടുള്ള പ്രീവിയസിൽ വന്നിട്ടുള്ളത് 5 ആണ്. 5-13 എന്നുള്ള ചോദ്യം വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ 4-10 എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 5 വരെയൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ ഓർത്തിരുന്നാൽ മതി. ആ ഒരു റേഞ്ച് വാല്യൂ ഒന്ന് ഓർത്തിരിക്കാം. 10-35 എന്നൊക്കെ ഉള്ളതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതനുസരിച്ച് ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ 4-10 ആണെന്നുള്ള ഓർത്തിരിക്കാം. 10-35 ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. പിന്നെ 25 മുകളിലേക്ക് വന്നാൽ 90 അല്ലെ. 25 മുകളിലേക്ക് വന്നാൽ 90 തന്നെയാണ്. അപ്പൊ 25 ആണെങ്കിൽ 70, 25 mm തിക്നെസ് ആണെങ്കിൽ 70, 25 മുകളിലേക്ക് വന്നാൽ 90 എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യം, വെൻ സോൾഡറിങ് ഈസ് ഹെൽഡ് ഇൻകറക്റ്റ്ലി, നമ്മൾ സോൾഡറിങ് നമ്മൾ എന്താണ് ഇൻകറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് നമ്മൾ ചെയ്തു. The point of the soldering iron touches only a portion of the area to be soldered. This is referred to as dash. Option C, skimming. ഓപ്ഷൻ സി സ്കിമ്മിങ് ആണ് അല്ലെ. ഓപ്ഷൻസ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്തവരിങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ സ്കിമ്മിങ് ആണ് നമ്മളുടെ ഉത്തരം വരുന്നുണ്ടാവുക, സ്കിമ്മിങ്. അപ്പൊ ഇത്തരത്തിൽ ഇൻകറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷൻ നമുക്ക് സോൾഡർ ചെയ്യേണ്ട പോർഷന്റെ ഒരു ഭാഗത്ത് മാത്രമേ ടച്ച് ആവുന്നുള്ളൂ. ബാക്കി പോർഷൻ അത് അതാണ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കാണ്, അത് കംപ്ലീറ്റ് ആയില്ല എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്കിമ്മിങ് എന്ന് പറയുന്നുണ്ടാവും. അതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്കിമ്മിങ് എന്ന് പറയും. മറ്റൊരു ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ. ഫോസ്ഫോറിക് ആസിഡ് തന്നെയാണ്. അതിനകത്ത് ചോദ്യം നമുക്ക് വിട്ടുകളയരുത്. അപ്പൊ ഇത് വീണ്ടും വന്നു, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കിയതാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോൾഡറിംഗ് മെത്തേഡ് ഈസ് സിമ്പിൾ, ഇൻഎക്സ്പെൻസീവ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഫോർ സോഫ്റ്റ് സോൾഡറിംഗ് വർക്ക്? മെഷീൻ സോൾഡറിംഗ്, സോൾഡറിംഗ് വിത്ത് സോൾഡറിംഗ് ആണ്. ഓപ്ഷൻ ബി സോൾഡറിംഗ് വിത്ത് സോൾഡറിംഗ് ആണ് അല്ലെ. സോൾഡറിംഗ് വിത്ത് സോൾഡറിംഗ് ആണ് വളരെ സിമ്പിൾ ആയിട്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ട്, അതായത് ചെലവ് കുറഞ്ഞതും നമുക്ക് സാധാരണ വൈഡ്ലി അല്ലെ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതും ഏതാണ്? സോൾഡറിംഗ് വിത്ത് സോൾഡറിംഗ് അയൺ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ, മറ്റൊരു ചോദ്യം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ പ്ലേറ്റ് ഓർ കണ്ടക്ടേഴ്സ് വിത്തൗട്ട് മെൽറ്റിംഗ് ദം അല്ലെ. മെൽറ്റ് ചെയ്യുന്നില്ല, വിത്തൗട്ട് മെൽറ്റിംഗ് ദം, വിത്ത് ആൻ അലോയ് ഹൂസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോവർ. ഓപ്ഷൻ ബി സോൾഡറിംഗ് തന്നെയാണ്. ഓപ്ഷൻ ബി സോൾഡറിംഗ് തന്നെയാണ്, സംശയം വേണ്ട. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ബ്രേസിംഗ് if the part to be brazed are submerged in the molten or chemical bath? Both chemical bath എന്തായിരിക്കും? ഇൻഡക്ഷൻ ഫർണസ്, ഡിപ്പ്, ടോർച്ച് ഏതായിരിക്കും? ശ്രദ്ധിക്കുക, ഡിപ്പ് ആണ് കേട്ടോ. ഡിപ്പ് ബ്രേസിംഗ് ആണ് നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ എന്താണ് ആ ഒരു ബ്രേസ് ചെയ്യേണ്ട ആ ഒരു കമ്പോണന്റ് നമ്മൾ മുക്കി ആ ഒരു മോൾട്ടൺ മെറ്റലിൽ എന്താണ് മോൾട്ടൺ ആയിട്ടുള്ള ഒരു കെമിക്കൽ ബാത്തിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡിപ്പ് ബ്രേസിംഗ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. ടോർച്ച് ബ്രേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഓക്സിഅസെറ്റിൻ ഫ്ലെയിം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ടോർച്ച് ബ്രേസിംഗ്. ഫർണസിനുള്ളിൽ വെച്ച് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർണസ് ബ്രേസിംഗ്. ഇൻഡക്ഷൻ വെച്ചിന്റെ സഹായത്തോടുകൂടി, ഇലക്ട്രിക്കൽ ഇൻഡക്ഷന്റെ സഹായത്തോടുകൂടിയാണെങ്കിൽ ഇൻഡക്ഷൻ ബ്രേസിംഗ്. അപ്പൊ അത് ടൈപ്സ് ഓഫ് ബ്രേസിംഗ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് സോൾഡർ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഹെവി തിക്ക് മെറ്റൽ, സോഫ്റ്റ്, ഫൈൻ, ഹാർഡ്, കോഴ്സ് ഏതായിരിക്കും? ഹാർഡ് സോൾഡറിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഹാർഡ് സോൾഡറിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ് ആണ്. മറ്റൊരു ചോദ്യം, ഇലക്ട്രോണിക് കമ്പോണന്റ്സ് ആർ ഓഫൻ സോൾഡേർഡ് ബൈ ഓർ ജോയിൻഡ് ബൈ ഏതായിരിക്കും? സോഫ്റ്റ് സോൾഡറിംഗ് തന്നെയാണ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ അലോയ് ഓഫ് സോഫ്റ്റ് സോൾഡർ? ആൻഡ് ലെഡ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, സോൾഡർ ഈസ് എ ഡാഷ് ജോയിൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ.
പെർമനന്റ് ജോയിന്റ്. സോൾഡറിംഗ് എന്ന് പറയുന്നത് സോൾഡർ എന്ന് പറയുന്നത് സെമി പെർമനന്റ് ജോയിന്റ് ആണ്. മറ്റേ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സോൾഡറിംഗ് ആൻഡ് ഈസ് കോപ്പർ ടിപ്പ് ഈസ് ഹീറ്റഡ് ബൈ ഫോർജ്? ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതായിരിക്കും? ഫോർജിന്റെ സഹായത്തോടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഹാച്ചറ്റ് ടൈപ്പ് അല്ലെ. ശ്രദ്ധിക്കാം, ഫോർജിന്റെ സഹായത്തോടു കൂടി നമ്മൾ കോപ്പർ ടിപ്പ് നമ്മൾ ചൂടാക്കുന്നുണ്ടെങ്കിൽ അത് ഇത് ടൈപ്പാണ്, ഹാച്ചറ്റ് ടൈപ്പ് സോൾഡറിംഗ് അയൺ ആണെന്നുള്ളത് ഓർത്തി. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു ഹാച്ചറ്റ് ടൈപ്പ്. ഇതാണ് നമ്മുടെ ഒരു ഹാച്ചറ്റ് ടൈപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പർ ബിറ്റ് ആണ് അല്ലെങ്കിൽ കോപ്പർ ഹെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ കണ്ടു. ഇത് സ്പെസിഫൈ ചെയ്യുന്നത് നമ്മുടെ ഒരു അയൺ, നമ്മുടെ സോൾഡറിംഗ് അയൺ സ്പെസിഫൈ ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദ ഹെഡ് ആണ് കേട്ടോ. ഈ പറയുന്ന ഹെഡിന്റെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു സോൾഡറിംഗ് ബിറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നതോടുകൂടി എന്ന് ഓർത്തിരിക്കാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോപ്പർ ബിറ്റ് യൂസ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫൈൻ സോൾഡർ? ഫൈൻ സോൾഡറിന്റെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഫൈൻ സോൾഡർ ഓപ്ഷൻ ബി ആണ് അല്ലെ. ഹീറ്റേഴ്സ് ആൻഡ് ജനറൽ ഇലക്ട്രിക്കൽ വർക്ക് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. ഹീറ്റേഴ്സ് ആൻഡ് ജനറൽ ഇലക്ട്രിക്കൽ വർക്ക് എന്നുള്ളത് നമ്മളോട് കണ്ടു. ഓക്കെ ഫൈൻ, അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ ഹീറ്റേഴ്സ് അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക്കൽ വർക്ക്, കോപ്പർ വാട്ടർ ടാങ്കുകളൊക്കെ നമ്മൾ ഫൈൻ സോൾഡർ ആണ്. GI ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് സോൾഡർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. GI ഷീറ്റ്, കോഴ്സ് സോൾഡർ. ഈ പറയുന്ന സോൾഡറിംഗ് ബ്രാസ്, കോപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫൈൻ സോൾഡർ. മറ്റേ ചോദ്യം, ഇൻഓർഗാനിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് പൗഡർ ഓർ മിക്സ്ഡ് വിത്ത് വാട്ടർ. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് പറയാം അമോണിയം ക്ലോറൈഡ് അല്ലെ. സാൽ അമോണിയാക്ക് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ആണ് ക്ലീനിങ് പർപ്പസുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പൗഡേർഡ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നു. ഓക്കെ, മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം പെർമിറ്റഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ജോയിനിങ് സർഫസ് ഇൻ ബ്രേസിംഗ്? ഓപ്ഷൻ ബി 0.08 mm. യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി 0.08 mm. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയേണ്ട അവര് 0.08 mm ആണ് നമ്മളുടെ ആ ഒരു മാക്സിമം പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാപ്പ്. ഓക്കെ, ഓർത്തിരിക്കാം 0.08 mm. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ബ്രേസിംഗ് ഫില്ലർ റോഡ് used to braze iron and its alloy? Previous year question. What is the melting temperature of brazing filler rod used for braze iron and its alloy? 840 920 850 940 860 980 880 960. ഒരു ഉത്തരം വരിക ഓപ്ഷൻ സി 860 950 റേഞ്ച് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത് വന്നിട്ടുള്ള കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്തെങ്കിലും ഓർത്തിരുന്നാൽ മതി. 860 950 റേഞ്ച് ആണ് നമ്മുടെ ഒരു ബ്രേസിംഗ് ഫില്ലർ റോഡ് യൂസ്ഡ് ഇൻ ബ്രേസിംഗ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്. ഓക്കെ, ഓർത്തിരിക്കാം ഓപ്ഷൻ സി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം, വാട്ട് ഈസ് ദ റീസൺ ഫോർ മെറ്റൽ സർഫസ് ടു ബി ക്ലീൻഡ് ബിഫോർ സോൾഡറിംഗ്? സോൾഡറിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെറ്റൽ സർഫസ് ക്ലീൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. Keep surface to be bright, easy handling of soldering iron. Solder will never stick to the dirty surface. Proper amount of heat absorbed. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോൾഡർ വിൽ നെവർ സ്റ്റിക്ക് ടു എ ഡർട്ടി സർഫസ് അല്ലെ. ഇത്തരത്തിൽ ഡർട്ടി സർഫസിലേക്ക് സ്റ്റിക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ സോൾഡറിങ് ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലെ. ഇത്തരത്തിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് സ്റ്റിക്കിങ് അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡേർട്ട് ഫ്രീ ആക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത കൂടുതൽ. മറ്റൊരു ചോദ്യം, how to achieve a good solder joint? Previous question. How to achieve a good solder joint? Use solder with high melting point. Prepare metal edges clean. Correct solder and flux to be selected. Use solder with low melting point. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി. ഇവിടെ റൈറ്റ് ആൻസർ വരാൻ സാധ്യതയുള്ളത് ഓക്കെ കറക്റ്റ്. ഇതിപ്പം പ്രിപ്പയർ ചെയ്തു, മെറ്റൽ എഡ്ജസ് ഒക്കെ ക്ലീൻ, മെറ്റൽ എഡ്ജസ് ക്ലീൻ, മെറ്റലിന്റെ ഒക്കെ എഡ്ജസ് ഒക്കെ ക്ലീൻ ചെയ്തു. പക്ഷെ നമ്മൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള സോൾഡറും ഫ്ലെക്സും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോൾഡർ ജോയിന്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇത്തരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള സോൾഡറും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ നല്ലൊരു സോൾഡർ ജോയിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ആ ഒരു സോൾഡറിങ്ങിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ല ഒരു സോൾഡർ ജോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കറക്റ്റ് സോൾഡറും ഫ്ലക്സും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യേണ്ടതെന്നല്ല എങ്കിൽ തന്നെയും അതിൽ തന്നെ എന്താണ് കൂടുതൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം വരാൻ സാധ്യത കൂടുതൽ ഇത്തരത്തിൽ കറക്റ്റ് സോൾഡറും ഫ്ലക്സും നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, മോൾട്ടൺ മെറ്റൽ ഇൻ ബ്രേസിംഗ് പ്രോസസ് ഫ്ലോസ് ഡ്യൂ ടു? ഓപ്ഷൻ സി കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇത്തരത്തിൽ കാപ്പിലറി ആക്ഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ ബ്രേസിംഗ് പ്രോസസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ഫ്ലോ നടക്കുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ദ സോൾഡറിംഗ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ്? ഓപ്ഷൻ ബി.
Option B. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണോ? ദാറ്റ് ഈസ് 180 ഡിഗ്രി സെൽഷ്യസ് ടു 250 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ ആണ്. 180 മിനിമം ആണോ? എങ്ങനെയാണ്? സോൾഡറിന് 180 ടെമ്പറേച്ചർ മിനിമം ആയിരിക്കും അല്ലേ? കാര്യം നമുക്കറിയാം, സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും അല്ലേ? ടിന്നും ലെഡിന്റെയും നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് അറിയില്ലേ? അപ്പൊ നമുക്കറിയാം ടിന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 232 അല്ലെങ്കിൽ 31 ഡിഗ്രി സെൽഷ്യസ്. ലെഡോ 320. അപ്പം ഇതിന്റെ ഒരു അലോയ് എന്ന് പറയുമ്പോൾ ഏകദേശം അതിലും താഴെ, ഇപ്പൊ ഇതിൽ തന്നെ ഏകദേശം 180 റേഞ്ച് ആവും, ഓർത്തിരുന്നാൽ മതി. അപ്പൊ 180 മുതൽ 250 റേഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേഞ്ച് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം 420 അല്ലെങ്കിൽ 450 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഉള്ളതിനെല്ലാം നമുക്ക് ഇത്തരത്തിൽ സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. 450 മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ, മെൽറ്റിംഗ് പോയിന്റ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ബ്രേസിംഗും 950 റേഞ്ച് വരെയാണെന്നുണ്ടെങ്കിൽ ബ്രേസിംഗും നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ 180, 250 റേഞ്ച് ആണ് നമ്മുടെ ആ ഒരു സോൾഡർ അല്ലെ, പ്രോസസ് കാരിയറുടെ ടെമ്പറേച്ചർ റേഞ്ച് 180, 250 ഡിഗ്രി സെൽഷ്യസ്. ഓർത്തിരിക്കുക. മറ്റേ ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്ലംബർ സോൾഡർ. പ്ലംബർ സോൾഡറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ സി അല്ല, അത് യൂടെക്റ്റിക് സോൾഡറുമായി ബന്ധപ്പെട്ടാണ് 183 നമ്മൾ പറഞ്ഞത്. ഇത് 225 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്ലംബേഴ്സ് സോൾഡർ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്ലംബേഴ്സ് സോൾഡർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളൂ, ഓർത്തിരുന്നാൽ മതി. 200 ചോദിച്ചാൽ നമ്മൾ വിട്ടുകളയരുത്. 225 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. 225 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിംഗ്. വളരെ ജനറലൈസ് ആയിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ജനറലൈസ് ആയിട്ടുള്ള ചോദ്യം. ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലക്സ്. ഓപ്ഷൻ എ, keep the metal surface clean and oxide free, reduce temperature, reduce ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. നമുക്കറിയാം ഫ്ലക്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോട്ടിംഗ് കൊടുക്കുന്നുണ്ടാവും, ഓക്സൈഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ക്ലീൻ ചെയ്യാൻ പർപ്പസ് അല്ലെ, മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ. മറ്റൊരു ചോദ്യം, the spelter used in brazing is commonly made up of. Spelter Option C. Copper base and silver alloy. Yes, copper base and silver alloy. ഇത്തരത്തില് കോപ്പർ ബേസ് അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ ബേസ് സിൽവർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കോപ്പർ ബേസ് ആൻഡ് സിൽവർ അലോയ് തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിൽ സ്പെൽട്ടർ എന്ന് പറയുന്ന അലോയ് ഓഫ് കോപ്പർ, സിങ്ക്, കോപ്പർ, അലൂമിനിയം, കോപ്പർ, സിൽവർ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. കോപ്പർ, സിങ്ക്, കോപ്പർ, അലൂമിനിയം, കോപ്പർ, സിൽവർ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്തെ കോപ്പർ, സിങ്ക് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്പെൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫില്ലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിൽ കോപ്പർ, സിങ്ക് അലോയ് ആണ്. ഓർത്തിരുന്നാൽ മതി. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രേസിംഗ് ജോയിന്റ് ഈസ് സ്ട്രോങ്സ്റ്റ്? സ്കാർഫ്, അതുപോലെ തന്നെ ലാപ്പ് ജോയിന്റ്. റൈറ്റ് ആൻസർ ആണ്, ലാപ്പ് ജോയിന്റ് ആണ് കേട്ടോ. ലാപ്പ് ജോയിന്റ് ആണ് ഇത്തരത്തിൽ ഒന്നിന് മുകളിലേക്ക് ഒന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. സോ ലാപ്പ് ജോയിന്റ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളത് ഓർത്തിരിക്കാം, ഏറ്റവും പ്രിഫറബിൾ എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്യൂഷൻ ബിൽഡിംഗ് പ്രോസസ്? നോട്ട് എ ഫ്യൂഷൻ ബിൽഡിംഗ്. നോട്ട് എ ഫ്യൂഷൻ ബിൽഡിംഗ് എന്താ വരിക? ഫ്യൂഷൻ വെൽഡിംഗ് അല്ലാതെ ഇത്തരത്തിൽ വെൽഡിംഗ്, അതായത് വെൽഡിംഗ് പ്രോസസ് ആണെന്നല്ലേ, ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് അല്ലാത്ത ഏതാന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ബ്രേസിംഗ് നമുക്ക് പറയാം, ബ്രേസിംഗ് ആയിട്ട് ഉത്തരം പറയാം. സോ ഓപ്ഷൻ സി ആണ്. അപ്പൊ റിബറ്റിംഗ് എന്ന് പറയുന്ന ഒരു വെൽഡിംഗ് പ്രോസസ് അല്ല, അപ്പൊ ഒരു പറഞ്ഞ വെൽഡിംഗ് പ്രോസസ്സേ അല്ല. അപ്പൊ ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് നമുക്കറിയാം ഫ്യൂഷൻ നടക്കുന്നുണ്ട്. സോ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സോ ഓപ്ഷൻ സി, ബ്രേസിംഗ് ആണ് ഉത്തരം വരിക. മറ്റൊരു ചോദ്യം, ബൈൻഡിംഗ് വയർ യൂസ് ടു സപ്പോർട്ട് ദ ജോയിന്റ് ഫോർ സോൾഡറിംഗ്. ഈ പറയുന്ന രീതിയിൽ നമുക്ക് സോൾഡറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കമ്പോണന്റുകൾ നമുക്ക് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈൻഡിംഗ് വയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ബൈൻഡിംഗ് വയർ, അതാണ് നമ്മൾ ബൈൻഡിംഗ് വയർ എന്ന് പറയുന്നത്. ബൈൻഡിംഗ് വയർ യൂസ്ഡ് ടു സപ്പോർട്ട് ദ ജോയിന്റ്സ് ഫോർ സോൾഡറിംഗ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ്. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ബൈൻഡിംഗ് വയറുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക? ഉത്തരം എ, സോഫ്റ്റ് അയൺ ആണ് കേട്ടോ. സോഫ്റ്റ് അയൺ ആണ്, ഓർത്തിരുന്നാൽ മതി. ചോദിച്ചിട്ടില്ല എങ്കിൽ തന്നെ ഓർത്തിരുന്നാൽ മതി. ഈ പറയുന്ന സോൾഡറിംഗ് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ജോയിന്റ് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ഒരു വയർ വെച്ച് നമ്മൾ ചുറ്റുന്നുണ്ടാകും. സോ ആ സപ്പോർട്ടിംഗ് വയറിന് എന്ത് മെറ്റീരിയൽ ആണ് ചോദിക്കാം, ദാറ്റ് ഈസ് സോഫ്റ്റ് അയൺ ആണ് കേട്ടോ. സോഫ്റ്റ് അയൺ. അപ്പൊ ഇത്തരത്തില്
ഇത്തരത്തിൽ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് ആ ജോയിന്റ് ഏരിയ നമ്മൾ ഷുഡ് ബി ക്ലീൻ ആണ്, അതുപോലെ തന്നെ ക്ലോസ്ലി ഫിറ്റഡ് ടു അവോയ്ഡ് ക്രാക്ക്. അപ്പോൾ ക്ലോസ്ലി ഫിറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബൈൻഡിങ് വയേഴ്സ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് എന്താണ് ഇത്തരത്തിലുള്ള ജോയിന്റ്സ് യൂഷ്വലി മേഡ് അപ്പ് ഓഫ് സോഫ്റ്റ് അയൺ. അപ്പോൾ സോഫ്റ്റ് അയൺ കൊണ്ടാണ് സാധാരണഗതിയിൽ യൂഷ്വലി മേഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The following flux is used for brazing cast iron. Option B. Option B. Okay. അപ്പോൾ നോക്കിയേ, മിക്സ്ചർ ഓഫ് ബോറിക് ആസിഡ് ബൊറാക്സ് വെറ്റിംഗ് ഏജന്റ്. ഓക്കെ, ബോറിക് ആസിഡ് ബൊറാക്സ് ഫ്ലൂറൈഡ് വിത്ത് വെറ്റിംഗ് ഏജന്റ്, ക്ലോറൈഡ്സ് ഫ്ലൂറൈഡ്സ് മിക്സ്ഡ് വിത്ത് വെറ്റിംഗ് ഏജന്റ് അല്ലെ, നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ബോറിക് ആസിഡ് അല്ലെ, ബോറിക് ആസിഡ്. അപ്പൊ ബോറിക് ആസിഡ് അതുപോലെ തന്നെ ബൊറാക്സ് ഓർ ഫ്ലൂറൈഡ് വിത്ത് വെറ്റിംഗ് ഏജന്റ് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് ആ ഒരു ബ്രേസിംഗ് കാസ്റ്റ് അയണുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് നോർത്തിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യം, സോൾഡർ അയൺ ഈസ് മെയ്ഡ് ഓഫ് വെഡ്ജ് ഷേപ്പ് ഇൻ ഓർഡർ ടു ഡാഷ്. സോൾഡർ അയൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെഡ്ജ് ഷേപ്പ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു വെഡ്ജ് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ്? അപ്ലൈ ഹൈ പ്രഷർ അറ്റ് എഡ്ജ്, ഫെസിലിറ്റേറ്റ് മോളിക്കുലർ അട്രാക്ഷൻ, റിറ്റെയിൻ ഹീറ്റ്, നൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ, അപ്ലൈ ഹൈ പ്രഷർ അറ്റ് എഡ്ജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ സി വരാം. ഓപ്ഷൻ സി, റീറ്റെയിൻ ഹീറ്റ്. ആ ഒരു ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾഡർ അയൺ ഈസ് മെയ്ഡ് വെഡ്ജ് ഷേപ്പ്. അപ്പോൾ വെഡ്ജ് ഷേപ്പിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് സോൾഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹീറ്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെഡ്ജ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് ഏതായിരിക്കും? ബ്രേസിംഗ് സ്പെൽറ്റർ, അലൂമിനിയം, സോഫ്റ്റ് സോൾഡർ, സിൽവർ സോൾഡർ, ഏതായിരിക്കും? സോഫ്റ്റ് സോൾഡർ തന്നെയാണ് ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ കോമൺ വെൽഡിംഗ് ടെസ്റ്റ് പെർഫോംഡ് ഇൻ വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെൽഡിംഗ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പൊ അതിനകത്ത് നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്, ടെൻസൈൽ ടെസ്റ്റ്, ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ്, ഇമ്പാക്ട് ആൻഡ് പാർട്ടിക്കിൾ ടെസ്റ്റ്. അതിനകത്ത് ഏതായിരിക്കും നമ്മൾ കോമൺ? ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ തന്നെയാണ്. നിക്ക് ബ്രേക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക, വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിലുള്ള നിക്ക് ബ്രേക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ആ ഒരു വെൽഡ് ചെയ്തതിനു ശേഷം നമുക്ക് ആ വെൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1.5 mm അല്ലെങ്കിൽ 1.5 to 2 mm ഡെപ്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഒരു ഹാക്സ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം അലോങ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ വെൽഡ്, ആ ഒരു വെൽഡിന്റെ സെൻട്രൽ ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുശേഷം എന്താണ് ഹാമർ ബ്ലോ ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ ഹാമർ ബ്ലോ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതൊരു എന്താണ് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഡിസ്ട്രക്റ്റീവും ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ സ്ലാഗ് ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫ്യൂഷൻ, ലാക്ക് ഓഫ് പെനട്രേഷൻ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിക്ക് ബ്രേക്ക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ നിക്ക് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്, വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ഓർത്തുന്നത്. അപ്പോൾ ബാക്കി ടെൻസൈൽ ടെസ്റ്റ്, ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എന്താണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ടെസ്റ്റ് ഇഫ് ദ വെൽഡ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എക്സ്റേ യൂണിറ്റ് ആൻഡ് ഫിലിം? എക്സ്റേ യൂണിറ്റും ഫിലിമിനും ഇടയിലേക്ക് വെൽഡ് സ്പെസിമെൻ ചെയ്തുകൊണ്ട് നമ്മൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, റേഡിയോഗ്രാഫിക് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ, റേഡിയോഗ്രാഫിക് ടെസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ വെൽഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽഡിങ്ങിന്റെ ഒരു ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിൽ അൾട്രാസൗണ്ട് ടെസ്റ്റ് ഉണ്ട്, റേഡിയോഗ്രാഫിക് ടെസ്റ്റ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്, MBT, അതായത് ഇതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ഡിസ്ട്രക്റ്റീവ് അല്ല നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളാണ് കേട്ടോ, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളാണ്. ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഇതെല്ലാം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളാണ്. അൾട്രാസൗണ്ട് ആയിക്കോട്ടെ, റേഡിയോഗ്രാഫിക് ആയിക്കോട്ടെ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് ആയിക്കോട്ടെ, ലിക്വിഡ് പെനട്രന്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇത്തരത്തിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ റേഡിയോഗ്രാഫിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്റേ അല്ലെങ്കിൽ ഗാമാറേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. എക്സ്റേ അല്ലെങ്കിൽ ഗാമാറേ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള നമ്മൾ എക്സ്റേ യൂസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന പോലെ തന്നെ ഉള്ളിലുള്ള എന്താണ് ഡിഫക്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, എ ലെഡ് ഷീറ്റ് ഇസ് കെപ്റ്റ് ബിലോ ദ എക്സ്റേ ഫിലിം. ഈ എക്സ്റേ ഫിലിമിന് താഴെയായിട്ട് നമ്മൾ ഒരു ലെഡ് ഷീറ്റ് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു എക്സ്റേനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇത്തരത്തിൽ ഫർദർ നമുക്ക് മുന്നോട്ട് പോകാതെ അത് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ലെഡ് ഷീറ്റ് കൂടെ അവിടെ യൂസ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ചോദിക്കാം, റേഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് പീസിന് താഴെ അല്ലെങ്കിൽ എക്സ്റേ ഫിലിമിന് എന്താണ്
താഴെയായിട്ട് നമ്മൾ വെക്കുന്ന ഷീറ്റ് ഏതാണ്? അപ്പൊ ലെഡ് ഷീറ്റ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ലെഡ് ഷീറ്റ്. അപ്പൊ ലെഡ് ഷീറ്റുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ആസിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള എന്താണ് കണ്ടെയ്നേഴ്സ് നമ്മൾ വേണ്ടിയിട്ട് ലെഡ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതും ഓർത്തിരിക്കാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ അത് ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിച്ചിരുന്നാൽ മതിയാകും. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ദ വെൽഡ് മെറ്റൽ മെൽറ്റ് കംപ്ലീറ്റ്ലി ത്രൂ ദ ബേസ് മെറ്റൽ. അപ്പോ നമ്മൾ വെൽഡ് ചെയ്ത് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലെ, ബേൺ ത്രൂ ആണ്. ബേൺ ത്രൂ അല്ലെ, ബേൺ ത്രൂ ആണ് നമുക്ക് അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വെൽഡിംഗ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് ക്രാക്സ്, ബേൺ ത്രൂ, അതുപോലെ തന്നെ അണ്ടർകട്ട്, ലാക്ക് ഓഫ് ഫ്യൂഷൻ ഒക്കെ നമ്മൾ നിരവധി എന്താണ് നമ്മുടെ ഒരു വെൽഡിംഗ് ഡിഫക്റ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് സാധ്യതയുള്ള ഒരു ടേമാണ് ബേൺ ത്രൂ എന്ന് പറയുന്നത്. സോ കൊളാപ്സ് ഓഫ് മോൾട്ടൺ പൂൾ ഡ്യൂ ടു എക്സസീവ് പെനട്രേഷൻ. ഇതിൽ നമ്മൾ നമ്മുടെ ഇലക്ട്രോഡ് വന്നിട്ട് എന്താണ് എക്സസീവ് പെനട്രേഷൻ എന്നപ്പോൾ ഈ പറഞ്ഞ ഇതിൽ റൂട്ട് വഴി എന്തായിട്ടങ്ങ് പോകും അല്ലെ. അപ്പൊ അത്തരത്തിൽ റിസൾട്ടിങ് ഹോൾ ഇൻ ദ വെൽഡ് റൺ. ഇത്തരത്തിൽ വെൽഡ് റണ്ണിന്റെ ഇവിടെ ഒരു ഹോൾ ആയിട്ട് വരുന്നുണ്ടാവും. ദിസ് കോമൺ വെൽഡിംഗ് ഡിഫക്ട് വെൻ വെൽഡിംഗ് തിൻ പാർട്സ് ലെസ് ദാൻ 1/4 ഇഞ്ച് തിക്ക്. അതിൽ 1/4 ഇഞ്ച് അല്ലെ, 1/4. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 1/4 കാലിഞ്ച് തിന്നായിട്ടുള്ള അതിൽ താഴെയായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള തിക്ക് പ്ലേറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തായിട്ട് നമ്മൾ ഇത്തരത്തിൽ ബേൺ ത്രൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നുള്ളത് ഓർത്തിരിക്കാം. സോ കോമൺ വെൽഡിംഗ് ഡിഫക്ട് വെൻ വെൽഡിംഗ് തിൻ പാർട്സ് ലെസ് ദാൻ 1/4 ഇഞ്ച് തിക്ക്. 1/4 ഇഞ്ച് തിക്കിന് താഴെയുള്ള തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, അത് നോക്കിയാൽ മതി ബേൺ ത്രൂ എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റ്. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യേണ്ട കുറച്ച് ഏരിയ. അപ്പം നമ്മുടെ ആ ഏരിയ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ള വെൽഡിംഗ് ഡിഫക്റ്റ്, അതുപോലെ തന്നെ സോൾഡറിങ് അല്ലെങ്കിൽ ബ്രേസിംഗ്, അതുപോലെ തന്നെ വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നന്ദി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമസ്കാരം.